ഹലോ നമസ്കാരം. എല്ലാവർക്കും എഡ്ഫിൽ ലേണിങ്ങിൻ്റെ KTET PYQ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സയൻസിലെ ഫിസിക്സിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ചാർജർ കപ്പാസിറ്റേഴ്സ് ദ എനർജി സ്റ്റോർഡ് ഇൻ. ഒരു ചാർജർ കപ്പാസിറ്ററിൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ, ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ബി, പോസിറ്റീവ് ചാർജ്, സി, നെഗറ്റീവ് ചാർജ്, ആൻഡ് ഡി, നൺ ഓഫ് ദി എബവ്. സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ചാർജ് എനർജി സ്റ്റോറിംഗ് ഡിവൈസ്. ഒരു എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഈ രണ്ട് പ്ലേറ്റ്സുകൾക്കിടയിലാണ് ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് R ohm. The wire is stretched to double its length. The resistance of the wire becomes. അതായത് എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ohm ആണ്. അങ്ങനെയാണെങ്കിൽ ആ വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഡബിൾ ആക്കി, അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? ഡബിൾ ആക്കി. L ലെങ്ത് ഉള്ള ഒരു വയറിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? ഡബിൾ ആയി. ദാറ്റ് ഈസ് 2L ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് വയർ? ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്താടാ? ഒരു വയറിൻ്റെ റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലെ റിലേഷൻ? യെസ്, നമുക്കറിയാം, R പ്രൊപ്പോർഷണൽ ടു L/A. എന്താണ്? R പ്രൊപ്പോർഷണൽ ടു L/A. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് റെസിസ്റ്റൻസിൻ്റെ ലെങ്ത് കൂടിയാൽ എന്തും കൂടും? റെസിസ്റ്റൻസും കൂടും. എന്നാൽ ഏരിയയോ? ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ആളാരാണ്? ലെങ്ത് ആണ്. ലെങ്ത് എന്തായി എന്നാ പറഞ്ഞത്? ലെങ്ത് ഈസ് ഡബിൾഡ്. ലെങ്ത് ഡബിൾ ആയി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താകും? R ohm ഉള്ള റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം 2R ohm. അല്ലേ? ദ ഓപ്ഷൻ ഈസ് സി, 2R ohm ആയിട്ട് മാറും. അപ്പോൾ ഒരു വയറിൻ്റെ റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലെ റിലേഷൻ എങ്ങനെയാണ്? ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസും കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസും കുറയും. വാട്ട് അബൌട്ട് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 2R ohm. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രാവൽസ് ത്രൂ വാക്വം ബൈ. വാക്കത്തിലൂടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്? വി ഹാവ് 3 മെത്തേഡ്സ് ഓഫ് ട്രാവലിംഗ് ഓഫ് ഹീറ്റ്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സോ ഇതിൽ എങ്ങനെയാണ് വാക്കത്തിലൂടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക? യെസ്, ഇൻ വാക്വം ഹീറ്റ് ട്രാവൽസ് ത്രൂ റേഡിയേഷൻ. അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളായിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാണ് വാക്കത്തിലൂടെ ഹീറ്റ് ട്രാവൽ ചെയ്തത്. ഇനി വാട്ട് അബൌട്ട് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ? ഇൻ സോളിഡ്സ് ഹീറ്റ് ഈസ് ട്രാവൽഡ് ബൈ conduction process, and in fluids or liquids the heat is traveled by convection method. So നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാക്കത്തിലൂടെയാണ്. സോ ഇൻ വാക്വം heat is traveled by radiation. Next question, a bus and a car have the same momentum. If the kinetic energy of a bus is K1 and that of the car is K2, then അതായത് ഒരു ബസ്സിനും കാറിനും ഒരേ മൊമെൻറ്റമാണ്, സെയിം മൊമെൻറ്റം അല്ലേ? എന്താണ് മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ? മൊമെൻറ്റം എന്ന് നമുക്കറിയാലേ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ മൊമെൻറ്റം? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം. മൊമെൻറ്റം P is equal to എന്താടാ? P is equal to M into V, where M is the mass of that object and V is the velocity. അല്ലേ? അപ്പോൾ ഇവിടെ കാറിൻ്റെയും ബസ്സിൻ്റെയും മൊമെൻറ്റം സെയിം ആണ് എന്നാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബസ് ഈസ് K1 ആൻഡ് ദാറ്റ് ഓഫ് കാർ ഈസ് K2, അങ്ങനെയാണെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ്. അല്ലെ, എങ്ങനെയായി ക്വസ്റ്റ്യൻ ചെയ്യാം? നമുക്കറിയാം മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ്? വി നോ ദാറ്റ് P is equal to മൊമെൻറ്റം P is equal to √2mk. അതായത് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു മാസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു കെ ഈസ് ദ കൈനറ്റിക് എനർജി. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്തുകൂടെ? എന്താണ് നമുക്ക് തന്ന കണ്ടീഷൻ? എന്താണ്? ബസ്സിൻ്റെയും കാറിൻ്റെയും മൊമെൻറ്റം എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ബസ്സിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് √2 ഇൻറ്റു M ഇൻറ്റു B, ബസ്സിൻ്റെ
മാസ് ഇൻറ്റു ബസ്സിൻ്റെ കൈനറ്റിക് എനർജി എത്രയാ K1 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെന്തിന് ഈക്വലാണ്? കാറിൻ്റെ മൊമെൻറ്റത്തിന് ഈക്വലാണ്. കാറിൻ്റെ മൊമെൻറ്റം എത്രയാ? √2 ഇൻറ്റു MC, കാറിൻ്റെ മാസ് ഇൻറ്റു കാറിൻ്റെ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് K2. ഇനി ഈ K1 ഉം K2 ഉം തമ്മിലുള്ള റിലേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ടിനെയും സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു MB ഇൻറ്റു K1 ഈക്വൽ ടു 2 ഇൻറ്റു MC ഇൻറ്റു K2. 2 ഗെറ്റ് ക്യാൻസൽ ചെയ്യാലോടാ. ബാക്കി നമുക്ക് എന്തുണ്ട്? MB K1 ഈക്വൽ ടു MC K2 അല്ലേ? എടാ ഇവിടെ നോക്ക്, ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഏതിനായിരിക്കും മാസ് കൂടുതൽ? കാറിനാണോ ബസ്സിനാണോ? അല്ലേ? എന്താണ്? ഒബിയസ്ലി ബസ്സിനാണ് മാസ് കൂടുതൽ. അപ്പോൾ ഈ ബസ്സിൻ്റെ മാസ് കൂടുതലാണ് കാറിൻ്റെ മാസിനേക്കാൾ. അപ്പോൾ നോക്കിയേ, K1 എന്ന് പറയും, ഈ രണ്ട് ക്വാണ്ടിറ്റിയും ഈക്വൽ ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവണമെങ്കിൽ K1 എന്തായിരിക്കണം? K1 K2നേക്കാൾ ചെറുതാവണ്ടേ? എന്നാലല്ലേ പറ്റുള്ളൂ. K1 ലെസ് ദാൻ K2 ആയിരിക്കണം. K1 ലെസ് ദാൻ K2 അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് നോക്കിയേ. സപ്പോസ് ബസ്സിൻ്റെ മാസ് നിങ്ങളൊരു 100 കൊടുക്കും. ബസ്സിൻ്റെ മാസ് ഒരു 100, ജസ്റ്റ് ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബസ്സിൻ്റെ മാസ് 100 ഇൻറ്റു കൈനറ്റിക് എനർജി ജസ്റ്റ് ഒരു 4 കൊടുക്കാം നമുക്ക്. ഓക്കെ, അത് ഇതിന് ഈക്വൽ ആവണമെങ്കിൽ നോക്കിക്കേ, ബസ്സിൻ്റെ മാസിൻ്റെ അത്ര കാറിന് വരുമോ? ഇല്ല. ഒരു 50 കൊടുക്കുകയാണ്. 50 ഇൻറ്റു, അപ്പോൾ K2 എത്രയായിരിക്കണം? ഇത് 100 ഇൻറ്റു 4 400. അപ്പോൾ ഇവിടെയും 400 കിട്ടണമെന്നുണ്ടെങ്കിൽ K2 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. അതായത് K1നേക്കാൾ കൂടുതലായിരിക്കണം K2. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഏതാണ്? കൈനറ്റിക് എനർജി ഓഫ് ബസ് ഈസ് ലെസ് ദാൻ കൈനറ്റിക് എനർജി ഓഫ് കാർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, K1 ലെസ് ദാൻ K2 അല്ലേ? അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളാണ്. എന്താണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചത്? കൈനറ്റിക് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ P is equal to √2mk അല്ലേ? എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാസ് ബസ്സിനേക്കാൾ കാറിനേക്കാൾ മാസ് കൂടുതൽ ഏതിനാണ്? ബസ്സിനാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടി കൈനറ്റിക് എനർജി K1 ലെസ് ദാൻ K2 is the correct answer. Next question. If a piece of unmagnetized substance get repelled when brought near a powerful magnet, then it is. എന്താണ്? ഒരു അൺമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മളെ ഒരു പവർഫുൾ മാഗ്നറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? റിപ്പൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ സബ്സ്റ്റൻസിന് എന്ത് നേച്ചറാണ് ഉള്ളത്? പാരാമാഗ്നറ്റിക് ആണോ, ഫെറോ മാഗ്നറ്റിക് ആണോ, അതോ അത് നോൺ മാഗ്നറ്റിക് ആണോ, ഓർ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ആണോ? നമുക്കറിയാം അല്ലേ? അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു സബ്സ്റ്റൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ എന്തായിട്ടുണ്ട്? മെറ്റീരിയൽസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. ഏതൊക്കെയാ? ഡയാമാഗ്നറ്റിക് അല്ലേ? ഒന്നാമത്താണ് ഫസ്റ്റ് വൺ ഈസ് diamagnetic, second one is paramagnetic, and third one is ferromagnetic അല്ലേടാ? അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റിപ്പലാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇതിലേത് മെറ്റീരിയലാണ്? ഡയ ആണോ, പാര ആണോ, ഫെറോ ആണോ? അങ്ങനെയാണ് റിപ്പലാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? വീക്ക്ലി റിപ്പൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് വീക്ക്ലി റിപ്പൽഡ്. വീക്ക്ലി എന്താണ് ചെയ്യുന്നത്? റിപ്പൽ ചെയ്യുന്നു. ഇനി ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ, ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മളെ എന്താണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? വീക്ക്ലി അട്രാക്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? വീക്ക്ലി അട്രാക്റ്റ്. അത് വീക്ക്ലി അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി വാട്ട് അബൌട്ട് ഫെറോ മാഗ്നറ്റിക്? ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അതെന്ത് ചെയ്യുന്നു? സ്ട്രോങ്ലി അട്രാക്റ്റ് ചെയ്യുന്നു. എന്താണ്? സ്ട്രോങ്ലി അട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ വീക്ക്ലി റിപ്പൽ, പാര ആണെങ്കിൽ വീക്ക്ലി അട്രാക്റ്റ്, ദെൻ
ഫെറോ ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് സ്ട്രോങ്ലി അട്രാക്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, റിപ്പൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ മെറ്റീരിയൽ ഏതായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. Now a moving body has a kinetic energy 100 joule. The work done to stop the body is given by. അതായത് ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എത്രയാണ്, 100 ജൂളാണ്, 100 ജൂളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ബോഡി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം മൂവിങ് എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, ദ എനർജി ഡ്യൂ ടു ഇറ്റ്സ് വിർച്യൂ ഓഫ് മോഷൻ അല്ലെ, ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് അതിന് ലഭ്യമാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാ, 100 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ, ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യണം, എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 100 ജൂള് കൈനറ്റിക് എനർജി ഉള്ള ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെതിരെ എത്ര വർക്ക് ചെയ്യേണ്ടി വരും, 100 ജൂൾ തന്നെയല്ലേ. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അല്ലേ. സോ 100 ജൂൾ കൈനറ്റിക് എനർജി ഉള്ള ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്കും എത്രയാണ്, 100 ജൂൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഡൈനാമിക് ലിഫ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഡൈനാമിക് ലിഫ്റ്റ് ഏത് ലോയുമായിട്ട് റിലേറ്റഡ് ആണ്, ഡൈനാമിക് ലിഫ്റ്റ്? ഇവിടെ നോക്കൂ, ഇവിടെ 4 ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, പാസ്കൽസ് ലോ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് ബെർണോളീസ് തിയറം. ഇതിലേത് ലോന്റെ അപ്ലിക്കേഷൻ ആണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഏതാണ് ഇത്? ഈ 4 ലോസും എന്താണ്, ഫ്ലൂയിഡ്സ് ലോസുകളാണ് അല്ലേ. ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയുന്ന നിയമങ്ങളാണ് ഇത് 4. അപ്പോൾ ഇതിൽ ഡൈനാമിക് ലിഫ്റ്റ് ഏതിൻ്റെ അപ്ലിക്കേഷൻ ആടാ? ദ ആൻസർ ഈസ് ബെർണോളീസ് തിയറം. എന്താണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്? ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മുടെ എയ്റോപ്ലെയിൻ്റെ എയർ വിങ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് സ്കൈയിൽ ആകാശത്തെത്തുന്ന സമയത്ത് ഒന്ന് പൊന്തുന്നുണ്ട്. ആ ഒരു ഡൈനാമിക് ലിഫ്റ്റ് സാധ്യമാകുന്നത് ഈ ബെർണോളീസ് തിയറം വഴിയാണ്. എന്താണ് ബെർണോളീസ് തിയറം എന്ന് പറയുന്നത്? വെൻ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ, ഫ്ലൂയിഡ് ഇൻക്രീസസ്, ഇറ്റ്സ് പ്രഷർ ഡിക്രീസസ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ബെർണോളീസ് തിയറം. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ബെർണോളീസ് തിയറം പറയുന്നത്? ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടിയാൽ അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ്, ഒരു എയർ വിങ്സ്, എയ്റോപ്ലെയിൻ്റെ എയർ വിങ്സ് എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ എയർ വിങ്സിൻ്റെ മുകളിലുള്ള എയർ വിങ്സ് എന്താവും, നല്ല സ്പീഡിലാവും അല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിലുള്ള എയറിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആ മുകളിലുള്ള എയറിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, താഴെയുള്ള പ്രഷർ കൂടിയ എയർ എന്ത് ചെയ്യും, അതിനെ മുകളിലോട്ട് തള്ളും. സോ അപ്പോൾ എന്ത് ചെയ്യും, ഈ എയർ വിങ്സ് എന്ത് ചെയ്യും, പൊന്തും അല്ലേ. അതാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈനാമിക് ലിഫ്റ്റ് എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? ബെർണോളീസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ. അങ്ങനെയാണ് എന്താണ് എയർ വിങ്സുകൾ എന്ത് ചെയ്യുന്നത്, പൊന്തുന്നത്. അവിടെ ഒരു ലിഫ്റ്റ്, ആ ഒരു എയർ, ആ പ്രഷർ മുകളിലോട്ട് തള്ളുന്നത് എന്തുകൊണ്ടാണ്? ആ എയർ വിങ്സിൻ്റെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ് അല്ലേ. സോ എയർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്. സോ അവിടെയുള്ള എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയും. അപ്പോൾ താഴെ നിന്ന് ഈ വിങ്സിന് എന്ത് ചെയ്യും, മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. അതിനെയാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബെർണോളീസ് തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് അല്ലേ. സോ ബെർണോളീസ് തിയറം എന്താണ്? വെൻ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ്, ദ പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് ഡിക്രീസസ്. ഇനി ഇവിടെ വേറെ നമുക്ക് 3 ലോസ് ഉണ്ടല്ലോ. പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ? പാസ്കൽസ് ലോയും ഫ്ലൂയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ലോയാണ്. എന്താണ് വെനെവർ വി അപ്ലൈഡ് എ പ്രഷർ ഓൺ ദ ഫ്ലൂയിഡ് അതായത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ സപ്പോസ് ഒരു ഫ്ലൂയിഡ് എന്ന് വിചാരിക്കുക. ഇഫ് ദർ ഇസ് എ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദിസ് ക്ലോസ്ഡ് കണ്ടെയ്നർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്ലൂയിഡിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ എവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത് അല്ലേ. ഇഫ് എ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഇൻകംപ്രസിബിൾ ആൻഡ് ഐസൊലേറ്റഡ് ഫ്ലൂയിഡ്,
ദ പ്രഷർ റിമൈൻസ് സെയിം. അത് പ്രഷർ എന്താവും, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് നമുക്കറിയാം എന്താണ്, നമ്മുടെ കാർ സർവീസ് സ്റ്റേഷനുകളിലൊക്കെ ഹെവി വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. മാറിപ്പോവരുത്, ഇപ്പം നമ്മൾ നോക്കിയത് ഡൈനാമിക് ലിഫ്റ്റ് ആണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഡൈനാമിക് ലിഫ്റ്റ് ബെർണോളീസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. എന്നാൽ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹെവി വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, പാസ്കൽസ് ലോ ആണ്. എന്താണത്, അതായത് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേപോലെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്. ഇതെല്ലാം പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. ഇനി എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതും ഫ്ലൂയിഡ്സിന്റെ ഒരു ലോ ആണ്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് ഒരു കണ്ടെയ്നറിനകത്തുള്ള, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള അതിലേക്ക് എൻ്റർ ചെയ്യുന്ന മാസും അതിൽ നിന്നും ലീവ് ചെയ്യുന്ന മാസും ഇത് രണ്ടും ഈക്വൽ ആണ്. എന്താണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന, ക്ലോസ്ഡ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന മാസും അതിൽ നിന്നും ലീവ് ചെയ്യുന്ന മാസും എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇറ്റ് ഈസ് ആൾസോ a law related to fluid. Then what is Archimedes principle? Archimedes principle എന്താണ്, അതും ഫ്ലൂയിഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. എന്താണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒരു ഫ്ലൂയിഡിലേക്ക് പാർഷ്യലിയോ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്താൽ, മുക്കിയാൽ എന്ത് സംഭവിക്കും, അതിൽ നിന്ന് കുറച്ച് വാട്ടർ ഡിസ്പേഴ്സ് ചെയ്തു പോകും, അല്ലെ, ആദേശം ചെയ്തു പോകും. ആ ആദേശം ചെയ്തു പോകുന്ന ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താ പറഞ്ഞത്, അതായത് നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ ഇമ്മേഴ്സ് ചെയ്താൽ, മുക്കിയാൽ, നമുക്കറിയാം ഒരു വസ്തുവിനെ കംപ്ലീറ്റ്ലിയോ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിലൊരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, മുകളിലോട്ടൊരു ബലം കൊടുക്കും. ആ ബലത്തിന്റെ പേരാണ് എന്ത്, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. അല്ലെ, ഇങ്ങനെ എന്താണ് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ഈ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ആദേശം ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്തു പോകുന്ന വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ലോയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിലേതായിരുന്നു, ഡൈനാമിക് ലിഫ്റ്റ് ആയിരുന്നു. ഡൈനാമിക് ലിഫ്റ്റ് ഈസ് റിലേറ്റഡ് ടു ബെർണോളീസ് തിയറം. വാട്ട് യു മീൻ ബൈ ബെർണോളീസ് തിയറം? When the velocity of the fluid increases, its pressure decreases. Next question, the color of the light which travels with maximum speed in glass is. അതായത് 4 കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലേത് കളറാണ് ഗ്ലാസ്സിലൂടെ മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? ഏതാടാ, ഇതിലേത് കളറാണ്? നമുക്കറിയാം ഓരോ കളറിനും എന്തുണ്ട്, ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഏതിനാ ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്? റെഡിനാണ്, അല്ലേ? റെഡ് ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. സോ റെഡ് ഈസ് ദ ആൻസർ. എന്തുകൊണ്ടാണ് വേവ് ലെങ്ത് കൂടുമ്പോൾ മാക്സിമം സ്പീഡ് ഉണ്ടാവുന്നത്? നമുക്കറിയാം ഗ്ലാസ്സിലൂടെ ഈ കളേഴ്സ് ഓഫ് ലൈറ്റ് പോകുന്ന സമയത്ത് ഇവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചതാണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്, അല്ലേ? ഒരു ലൈറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സുകളായിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു, വിഭജിക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ വിഭജിക്കുമ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഭജനം നടക്കാൻ കാരണം? ഇവരുടെ വേവ് ലെങ്ത്തിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട്. ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്ത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇവർക്ക് ഡിസ്പേർഷൻ സംഭവിക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെ വേവ് ലെങ്ത് കൂടിയ കളറിന് എന്തായിരിക്കും, കുറച്ച് ഡിസ്പേർഷനെ സംഭവിക്കുള്ളൂ.
എന്നാൽ വേവ് ലെങ്ത് കുറഞ്ഞ, ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ് വയലറ്റ്. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിന് എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്പേർഷൻ സംഭവിക്കും. സോ വേവ് ലെങ്ത് കൂടിയാൽ കുറച്ച് ഡിസ്പേർഷനെ സംഭവിക്കുള്ളൂ. സോ ദേ വിൽ ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്. സോ മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് ഏതാണ്, റെഡ് ലൈറ്റ്. Then Lenz's law is a consequence of the law of conservation of dash. Lenz's law എന്ന് പറയുന്നത് ഏതിൻ്റെ കോൺസിക്വൻസ് ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. സോ അതിന് മുന്നേ എന്താണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്, എന്താണ് ലെൻസസ് ലോ? ഫാരഡേ ലോ അറിയോ നിങ്ങൾക്ക്? ഫാരഡേ ലോ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? അതായത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഇൻഡക്ടറിന് ചുറ്റും എന്തുണ്ടാവും, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാരഡേ ലോ. ഇറ്റ് ഈസ് ഡിസ്കവർഡ് ബൈ ഫാരഡേ. എന്താണ്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ, ഓക്കെ, ഒരു കറണ്ട് ക്യാരി, സപ്പോസ് സോളിനോയിഡ്, ഒരു ഇതിലൂടെ എന്ത് ചെയ്യുന്നു, കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. കറണ്ട്, ഓക്കെ, ഇങ്ങനെ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യുന്ന പറഞ്ഞത്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ആ ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാരഡേ ലോ എന്ന് പറഞ്ഞാൽ. ഫാരഡേ ലോ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ, ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടിൻ്റെ, ആ കണ്ടക്ടറിൽ ഓൾറെഡി കറണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും, വിപരീതമായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ലെൻസസ് ലോ എന്ന് പറയുന്നത്. അതായത് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഇൻ ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, അവിടെ ഉണ്ടാകുന്ന EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ലെൻസസ് ലോ. This Lenz's law is the consequence of the conservation of energy. അത് എനർജിയുടെ കൺസർവേഷൻ്റെ കോൺസിക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ലെൻസസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസസ് ലോ എന്താണ്, ആസ് എ ഡ്യൂ ടു ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ an EMF is induced in the conductor. So that EMF is, the direction of that EMF is opposite to the direction of current. Next one, to convert a galvanometer into an ammeter. എന്താണ്, we connect. അതായത് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ? അതായത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. എന്തിനുപയോഗിക്കുന്നതാ? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലേ. അതായത് ഡിഫ്ലക്ഷൻ, നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് കറണ്ട് അവിടെ പ്രസൻ്റ് ആണോ അല്ലയോ, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഗാൽവനോമീറ്റർ, അതിൻ്റെ സിമ്പിൾ എന്താണ്? സോ ദിസ് ഇസ് ഗാൽവനോമീറ്റർ. ഇനി ആ ഗാൽവനോമീറ്ററിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റണം. അമ്മീറ്റർ എന്ന് പറയുന്ന വേറൊരു ഡിവൈസ്. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു മെഷർ ദ കറണ്ട്. കറണ്ട് എത്ര എമൗണ്ട് ഓഫ് കറണ്ട്, അതായത് എത്ര ആംബിയർ കറണ്ട് ആ സർക്യൂട്ടിലുണ്ട്, അതായത് അതിൻ്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ, മെഷർ ചെയ്യാനാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റാം. നമ്മൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ്? കണക്ട് എ ലോ റെസിസ്റ്റൻസ് ഇൻ സി. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഗാൽവനോമീറ്ററിനെ സീരീസ് ആയിട്ടോ ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. തേർഡ് ഓപ്ഷൻ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഡി ഹയർ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ദ ആൻസർ ഈസ് ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അതായത് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ദ ഗാൽവനോമീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു എ ലോ റെസിസ്റ്റൻസ് ഇൻ
പാരലൽ. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഗാൽവനോമീറ്റർ എന്തായിട്ട് മാറുന്നത്? അമ്മീറ്റർ ആയിട്ട് മാറുന്നത്. ദെൻ സപ്പോസ് ഇവിടെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിന് പകരം വോൾട്ട് മീറ്ററിലേക്കാണോ മാറ്റേണ്ടതെങ്കിലും, ഇഫ് ദ ഗാൽവനോമീറ്റർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട് മീറ്റർ. എന്താ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ? വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വോൾട്ടേജ്, അല്ലേ? വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, അപ്പോൾ രണ്ടും മാറിപ്പോകരുത്. ഗാൽവനോമീറ്ററിനെ ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഇതൊരു അമ്മീറ്ററാണ്. ഇപ്പോൾ ഇതൊരു അമ്മീറ്റർ ആയിട്ട് മാറും. ഇനി ഗാൽവനോമീറ്ററിനെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് എന്തായിട്ട് മാറും? അതൊരു വോൾട്ട് മീറ്റർ ആയിട്ടും മാറും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആക്കുന്നതും അതേപോലെ വോൾട്ട് മീറ്റർ ആക്കുന്നു. ഇവിടെ നോക്കൂ, ഇനി ഇത് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് ഇവിടെ കണ്ടോ അമ്മീറ്റർ, ഈ എം കണ്ടില്ലേ നിങ്ങൾ? രണ്ട് ലൈൻസ്, ഇതൊരു പാരലൽ ആയിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ എന്താണ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ആ എമ്മിൻ്റെ രണ്ട് ലൈൻസ് അല്ലേ, പാരലായിട്ടുള്ളല്ലേ നിൽക്കുന്നത്. സോ അതാലോചിച്ചാൽ മതി. അപ്പോൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ എന്താണ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വോൾട്ട് മീറ്റർ ആക്കാൻ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും, അല്ലേ? സോ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ടു ഡിറ്റക്ട് ദ ഡിഫ്ലക്ഷൻ പ്രസൻസ് ഓഫ് കറണ്ട്. അമ്മീറ്റർ ആണെങ്കിൽ ടു മെഷർ ദ കറണ്ട് എമൗണ്ട് ഓഫ് കറണ്ട്. വോൾട്ട് മീറ്റർ ആണെങ്കിൽ ടു മെഷർ ദ വോൾട്ടേജ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദ ഗാൽവനോമീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. So next question, the quantity which does not change when sound enters from one medium to another. എന്താണ്? ഇവിടെ 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഒരു സൗണ്ട് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ക്വാണ്ടിറ്റീസിൽ ഏതാണ് ചേഞ്ച് ചെയ്യാത്തത്? ഡസ് നോട്ട് ചേഞ്ച് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഏതാണ് ഇതിൽ ചേഞ്ച് ചെയ്യാത്ത ഒരു സൗണ്ട്? എന്താണ്? ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യാതെക്കാം? വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. വാട്ട് അബൌട്ട് സ്പീഡും ചേഞ്ച് ചെയ്യും. നമുക്കറിയാം അല്ലേ, സൗണ്ടിൻ്റെ സ്പീഡ് എയറിലുള്ള സ്പീഡല്ല, അത് സോളിഡ്സിലുള്ളത്, അതല്ല ഫ്ലൂയിഡ്സിലുള്ളത്. അതായത് മീഡിയം മാറുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡും മാറുന്നുണ്ട്. വാട്ട് അബൌട്ട് ഫ്രീക്വൻസി? എന്താണ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സപ്പോസ് ഒരു സോഴ്സിൽ നിന്നൊരു സൗണ്ട് വരുന്നു, ആ സോഴ്സാണ് അതിൻ്റെ ആ സോഴ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ, എത്ര ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ് ആ സോഴ്സിൽ നിന്ന് വരുന്നത്, അതിൽ മാറ്റം ഉണ്ടാവോ? അത് ഏത് മീഡിയത്തിലൂടെ കടന്നു പോയാലും ഈ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ഫ്രീക്വൻസി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സാണ്. എത്ര ഫ്രീക്വൻസിയിലുള്ള സോഴ്സിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്, ആ ത്രൂ ഔട്ട് ആ ഫ്രീക്വൻസി തന്നെയായിരിക്കില്ലേ ആ സൗണ്ടിന്. സോ മാറാത്ത, ഡസ് നോട്ട് ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതാണ്? ഫ്രീക്വൻസിയാണ്. വാട്ട് അബൌട്ട് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. അത് ഓഫ് കോഴ്സ് ഇതിനനുസരിച്ച് മാറും. നമ്മുടെ മീഡിയം മാറുന്നതിനനുസരിച്ച് മാറും. കാരണം എന്താ, എല്ലാ മീഡിയത്തിനും ഒരേ ഡെൻസിറ്റി അല്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിലൊക്കെ എന്താണ്, സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരും. മീഡിയം മാറുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരും, സ്പീഡിൽ മാറ്റം വരും, സൗണ്ടിൻ്റെ വേവ് ലെങ്ത്തിലും മാറ്റം വരും. ബട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ഡസ് നോട്ട് ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സോഴ്സ് ഓഫ് സൗണ്ട്, അല്ലേ? സൗണ്ടിൻ്റെ സോഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, then next, in an elastic collision, ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്? ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്, ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്, മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്, നൺ ഓഫ് ദി അബോവ്. ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിലെന്താണ്? മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും രണ്ടും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ ബോത്ത് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. ഇനി അതൊരു ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ? ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ, ഒരു ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിൽ എന്ത് മാത്രമേ കൺസേർവ്ഡ് ഉള്ളൂ? ഓൺലി മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്.
momentum is conserved. അതിൽ എന്തല്ല, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. കാരണം എന്താണ്, എനർജീസ് ഹീറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോംസിൽ അവിടെ എന്താവുന്നുണ്ട്, ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷനിലാണെങ്കിൽ രണ്ടും കൺസേർവ്ഡ് ആണ്, മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്താണ്, അവിടെ മൊമെൻറ്റം മാത്രമേ കൺസേർവ്ഡ് ഉള്ളൂ. കൈനറ്റിക് എനർജി എന്തല്ല, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ഇൻ inelastic collision. If it is an elastic collision, then what, both momentum and kinetic energy are conserved. Then identify the vector quantity. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് അല്ല, നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഡ് വണ്ണിനെ പിക്ക് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ. സ്കേലാറിൻ്റെ പ്രത്യേകത എന്താ? സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അതായത് അതിനെന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ്, അളവ് മാത്രമേ ഉള്ളൂ. എന്തില്ല? ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ നമ്മൾ പറയാറില്ല, അതിൻ്റെ അളവ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഇനി അതൊരു വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിലോ അതിന് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡും പറയും, അതിൻ്റെ ഡയറക്ഷനും പറയും. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലേ. ഇതാണ് വ്യത്യാസം. അപ്പോൾ സ്കേലാർ ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം. വെക്റ്റർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിക്കുക, ഇതിൽ ഏതാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി? വാട്ട് അബൌട്ട് മാസ്? മാസ് സ്കേലാർ ആണോ വെക്റ്റർ ആണോ? മാസ്, ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ പറയാറുള്ളൂ? അളവ് മാത്രമല്ലേ പറയാറുള്ളൂ അല്ലേ. സോ മാസ് ഈസ് എ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ സ്കേലാറിന് ഫസ്റ്റ് എക്സാമ്പിളാണ് മാസ്. Mass of an object. What about momentum? Momentum is a vector physical quantity. ഒരു വസ്തുവിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ആക്കം നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ്? വിത്ത് ഡയറക്ഷൻ, ദിശയോട് കൂടിയിട്ടാണ് നമ്മളത് പറയാറുള്ളത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി ഈസ് എ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. കൈനറ്റിക് എനർജി എന്ന് പറയും, എനർജികളെല്ലാം എന്താണ്? സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, നമ്മൾ ഡയറക്ഷൻ പറയാറില്ല. ടൈം ഈസ് ആൾസോ എ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഏതാ സ്കേലാറിന് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ഓപ്ഷനാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നതും എന്താണ്? ഒരു സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ ഈസ് ആൾസോ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡെൻസിറ്റി, ഇതൊക്കെ എന്താണ്? സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയുകയാണെങ്കിലോ, നമ്മളൊന്ന് പറഞ്ഞു മൊമെൻറ്റം. നെക്സ്റ്റ് നമുക്കുള്ളതാണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെൻ ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെൻ വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ എന്താണ്? വിത്ത് ഡയറക്ഷനോട് കൂടിയാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. ഫോഴ്സ്, ആക്സിലറേഷൻ, വെലോസിറ്റി, മൊമെൻറ്റം, ദീസ് ഓൾ ആർ വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സോ ഇവിടുത്തെ നമ്മളുടെ ആൻസർ ഏതാണ്? നമ്മളോട് വെക്റ്റർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചത്. സോ ദ ആൻസർ ഈസ് മൊമെൻറ്റം. Then to make a p-type of semiconductor germanium crystal, it must be doped with the impurity atoms whose valency is. അല്ലേ, സെമി കണ്ടക്ടർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പി ടൈപ്പ് ജെർമേനിയം ക്രിസ്റ്റൽ സെമി കണ്ടക്ടർ ഉണ്ടാക്കണം. പി ടൈപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എത്ര വാലൻസിയുള്ള ആറ്റവുമായിട്ടാണ് ഡോപ്പ് ചെയ്യേണ്ടത്? ഇറ്റ് മസ്റ്റ് ബി ഡോപ്ഡ് വിത്ത് ഇമ്പ്യൂരിറ്റി ആറ്റം ഹൂസ് വാലൻസി ഈസ് ട്രൈവാലൻറ്റ് അല്ലേ. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണുള്ളത്. പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്? അതിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് അല്ലേ. ഹോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്. സോ ഇറ്റ് മസ്റ്റ് ബി ഡോപ്ഡ് വിത്ത് ട്രൈവാലൻറ്റ്
ആറ്റംസ്. അതായത് വാലൻസി 3 ആയിട്ടുള്ള ആറ്റംസുമായിട്ടാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യേണ്ടത്. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. അങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വി ഹാവ് ടു ഡോപ്പ് ഇറ്റ് വിത്ത് പെൻഡാവാലന്റ്. എത്രയാ പെൻഡ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പോൾ അതിൻ്റെ വാലൻസി എത്രയായിരിക്കണം? 5. 5 വാലൻസി ഉള്ള ആറ്റവുമായിട്ടാണ് നമ്മൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോപ്പ് ചെയ്യേണ്ടത്. എന്നാൽ പി ടൈപ്പ് ആണെങ്കിൽ അതിലെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ഡോപ്ഡ് വിത്ത് എ ട്രൈ വാലന്റ് ആറ്റം. Then energy not carried by which of the following waves? ഈ 4 ടൈപ്പ് വേവ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതിലാണ് എനർജി ക്യാരി ചെയ്യാത്തത്? നമുക്കറിയാം എന്താണ് വേവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. എനർജി ട്രാൻസ്മിഷൻ ആണ്. അതാണ് വേവ്സ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് വേവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ 4 വേവ് തന്നിട്ടുണ്ട്. ഇതിലേതിലാണ് എനർജി ക്യാരി ചെയ്യാത്തത്? പ്രോഗ്രസീവ് വേവ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, പ്രോഗ്രസ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണ്. സോ അതിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ, എന്താണ് റിപ്പിൾസ് ഇൻ വാട്ടർ, ഇതൊക്കെ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സോ അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അവിടെയും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ സ്റ്റേഷനറി വേവ്സ് എനർജീസ് ആർ നോട്ട് ക്യാരിഡ്. സ്റ്റേഷനറി വേവ്സുകളിൽ എന്ത് ചെയ്യുന്നില്ല? എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. അവിടെ എനർജി എന്ത് ചെയ്യുന്നു? നോഡുകളിൽ അല്ലെ, നമുക്കറിയാം അവിടെ എനർജി എന്ത് ചെയ്യുന്നു? നോഡുകളിൽ എന്ത് ചെയ്യുന്നു? സ്റ്റെക്ക് ആവുന്നു. സോ എന്താണ്? എനർജി ഈസ് നോട്ട് ക്യാരിഡ് ഇൻ സ്റ്റേഷനറി വേവ്സ്. സ്റ്റേഷനറി വേവ്സുകൾ അല്ലേ, ഇതാണ് നോഡ്സുകൾ. ഇപ്പോൾ എന്താണ്? ഇവിടെ എനർജി കൺഫൈൻ ആകുന്നു, അല്ലെങ്കിൽ സ്റ്റെക്ക് ഇതാവുന്നു, ക്യാൻസൽ ചെയ്യുന്നു. സോ സ്റ്റേഷനറി വേവിൽ എന്ത് ചെയ്യുന്നില്ല? എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ ഏതാണ്? എനർജി ക്യാരി ചെയ്യാത്ത വേവാണ് സ്റ്റേഷനറി വേവ്. ബാക്കി എല്ലാ വേവ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നുണ്ട്. Then Elingham diagram is the graphical representation of. എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറയുന്നത് ഏതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്? എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നതാണ് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, എല്ലിംഗ്ഹാം diagram is a graphical representation of Gibbs free energy in connection with metallurgy. Then next question, the magnetic susceptibility of an ideal diamagnetic substance. ഒരു ഐഡിയൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി. എന്താണ് ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ അനുസരിച്ച് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട് സബ്സ്റ്റൻസുകൾ, ഡയ, പാര, ഫെറോ. അപ്പോൾ ആ ഡയയുടെ ഒരു ഐഡിയൽ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എത്രയായിരിക്കും? എന്താണ് ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാം, ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ കൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കൈ. കൈ ഈക്വൽ ടു M/H. Chi is the magnetic susceptibility, that is equal to M/H, where M എന്ന് പറയുന്നത് എന്താണ്? M is the magnetization. M is magnetization. Magnetization divided by H എന്ന് പറയുന്നത് applied magnetic field or flux. Applied magnetic field. So ഇതാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. Chi equal to M/H, where M is the magnetization and H is the applied magnetic field. So ഒരു ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഒരു ഡയാമാഗ്നറ്റിക്കിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ Chi എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ആൻഡ് നെഗറ്റീവ്. Small and negative. If it is an ideal diamagnetic, അതൊരു ഐഡിയൽ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ കൈൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അപ്പോൾ നെഗറ്റീവ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ, -1. സോ ദ ആൻസർ ഈസ് -1. അപ്പോൾ ഒരു ഡയാമാഗ്നറ്റിക്കിൻ്റെ
മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? സ്മോളും നെഗറ്റീവുമായിരിക്കും. ഐഡിയൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ -1. ഇനി ഒരു പാരാമാഗ്നറ്റിക് ആണെങ്കിലോ? പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ആൻഡ് പോസിറ്റീവ്. സ്മോളും ആയിരിക്കും, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു ഫെറോ മാഗ്നറ്റിക് ആണെങ്കിലോ? ഒരു ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്തായിരിക്കും? ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? ഒരു മെറ്റീരിയലിനെ എത്രത്തോളം എളുപ്പത്തിൽ നമുക്കതിനെ മാഗ്നറ്റൈസ് ചെയ്തെടുക്കാം എന്നുള്ള ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അത് ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ എപ്പോഴും സ്മോളും നെഗറ്റീവും ആയിരിക്കും. ഐഡിയൽ ആണെങ്കിൽ ദാറ്റ് ഈസ് -1. പാര ആണെങ്കിൽ സ്മോളും പോസിറ്റീവും. ഫെറോ ആണെങ്കിൽ ലാർജ് ആൻഡ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീ ഫാൾ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ വാക്വം ഈസ് വിത്ത്. അതായത് വാക്വത്തിൽ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെങ്കിൽ, എന്താണ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം, അതായത് ആ ഒബ്ജക്റ്റിൽ വേറൊരു ഫോഴ്സും ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രം ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുകയാണെങ്കിൽ, ഫോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ആ ഫോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഫോൾ. ആ ഒബ്ജക്റ്റിലുള്ള ഒരേ ഒരു ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമായിരിക്കും അല്ലെ? അങ്ങനെയുള്ള ഫോൾ ഡൗണിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വാക്വത്തിൽ ഒരാൾ ഫ്രീ ഫോൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ മോഷൻ ഇതിലേതായിരിക്കും? യൂണിഫോം സ്പീഡാണോ? യൂണിഫോം വെലോസിറ്റി ആണോ? യൂണിഫോം ആക്സിലറേഷൻ ആണോ? വേരിയബിൾ ആക്സിലറേഷൻ ആണോ? ഏതാണ്? എടാ, വാക്വത്തിലാണെങ്കിലും അവിടെ എന്തുണ്ട്? അവിടെ ഗ്രാവിറ്റി ഉണ്ട് അല്ലെ? യൂണിവേഴ്സിൽ ഏത് രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലും എന്തുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ അതിൻ്റെ തോതിൽ വ്യത്യാസം വരാം അല്ലെ? ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചൊക്കെ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നതിൽ വ്യത്യാസം വരാം. പക്ഷെ അവിടെ ഗ്രാവിറ്റി ഇല്ല എന്നാണോ? അല്ല, ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വാക്വത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സ്പേസിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക എന്ന് പറയും അല്ലേ? ഈ വാക്വത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ ആസ്പെക്റ്റ് ആണ് സ്പേസ് എന്ന് പറയുന്നത് അല്ലേ? വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് തന്നെയാണ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസിൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കാരണം അവിടെ ഒരു കണ്ടിന്യൂസ് ഫ്രീ ഫോൾ ആണ്. അവിടെ ആക്ച്വലി നമ്മൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ മേലിലുണ്ട്, പക്ഷെ അതെന്താണ്? അത്രയും നെഗ്ലിജിബിൾ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്രീ ഫോളിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കിടക്കുന്നത്? ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് വാക്വത്തിലും. വാക്വത്തിൽ ഒരു ബോഡി ഫ്രീ ഫോൾ ചെയ്യുകയാണെങ്കിൽ ആ ഫ്രീ ഫോള് യൂണിഫോം ആക്സലറേഷനിലായിരിക്കും. കാരണം എന്താ? അവിടെ വേറെ എയർ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വാക്വം അല്ലേ? സോ അവിടെ എന്താണ്? വെലോസിറ്റിയിൽ ആക്സലറേഷൻ എന്തായിരിക്കും? യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. അതായത് എന്താണ്? ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഇതായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. സോ ഫ്രീ ഫോൾ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ വാക്വം ഈസ് യൂണിഫോം ആക്സലറേഷൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ. which is the most abundant state of matter in the universe? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണടാ? ദ ആൻസർ ഈസ് പ്ലാസ്മ അല്ലേ? നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ 99.9% ആക്ച്വലി എന്താണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ്. നമ്മുടെ സ്റ്റാർസ്, സണ്ണ് എല്ലാം എന്താണ്? പ്ലാസ്മ സ്റ്റേറ്റ് ആണ് അല്ലേ? സോ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതാണ്? പ്ലാസ്മ. Okay, next question. Light from the sun falling on a convex lens will converge at a point is called what? അതായത് സണ്ണിൽ നിന്നുമുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു കോൺവെക്സ് ലെൻസിൽ അല്ലേ? ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സണ്ണിൽ നിന്നുമുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു അല്ലേ? കൂടിച്ചേരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? എന്താണ് വിളിക്കുക? ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ലെൻസിന്റെ ഫോക്കസ് അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ദ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഇനി എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? നമുക്കറിയാം, ദിസ് ഇസ് എ കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്ഫിയറിന്റെ ഭാഗമാണ് അല്ലെ? ഇവിടെയും ഒരു സ്ഫിയർ ഉണ്ട്, അതേപോലെ ദാ ഈ കർവ്, ദിസ് ഈസ് ദ പാർട്ട് ഓഫ് അനദർ സ്ഫിയർ. ഈ രണ്ട് സ്ഫിയറിൻ്റെയും സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ സി എന്ന് പറയുന്നത്. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്
അല്ലേ? ഇനി എന്താ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലെൻസിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അപ്പോൾ ദീസ് ആർ ദ ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു എ ലെൻസ്. ഒരു ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസുകളാണ് ഇതൊക്കെ. എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, റേഡിയസ് ഓഫ് കർവേച്ചർ, ഒപ്റ്റിക്കൽ സെൻറ്റർ അല്ലേ? സോ ഇനി ദിസ് ഈസ് ദ അപ്പേർച്ചർ അല്ലേ? ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇവിടെ 2 റിഫ്ലക്റ്റിംഗ് സർഫസസുകളുണ്ട്. സോ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഈ ലൈറ്റ് റേസ് എല്ലാം കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. Now next question. You are given 3 bulb of 25, 40 and 60 watt. Which of them has lowest resistance? നമുക്കിവിടെ 3 ബൾബുകൾ തന്നിട്ടുണ്ട്. 3 ബൾബിൻ്റെയും പവറും തന്നിട്ടുണ്ട്. എത്രയാണ്? 25 വാട്ട്, 40 വാട്ട്, 60 വാട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ബൾബിനായിരിക്കും ഏറ്റവും കുറവ് റെസിസ്റ്റൻസ്? അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ ഏതൊക്കെയാണ്? പവറും റെസിസ്റ്റൻസും. പവറും റെസിസ്റ്റൻസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാടാ? വിനോ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വേർ പി ഈസ് ദ പവർ, വി ഈസ് ദ വോൾട്ടേജ് ആൻഡ് ആർ ഈസ് ദ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇവിടെ പവറും റെസിസ്റ്റൻസും എങ്ങനെയാണ് റിലേറ്റഡ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? വിപരീത അനുപാതത്തിലാണ്. അതായത് പവർ കൂടിയാൽ when power increases resistance എന്ത് ചെയ്യും? decreases. പവർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കുറവ് റെസിസ്റ്റൻസ്? ഏറ്റവും കൂടുതൽ പവറുള്ള ആൾക്ക് ആരാണ്? 60 വാട്ട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ? കാരണം എന്താ? അതിനാണ് പവർ കൂടുതൽ, അപ്പോൾ അതിനായിരിക്കും റെസിസ്റ്റൻസ് കുറവ്. ബൈ ദ ഇക്വേഷൻ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. When power increases, resistance decreases and vice versa. തിരിച്ചും അല്ലേ? Okay. Then next question. The total internal reflection cannot take place when light goes from. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഈ 4 കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ലൈറ്റിൻ്റെ ഒരു ഫിനോമിനയാണ്. എന്താണ്? ഒരു ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും ഒരു റെയറർ മീഡിയത്തിലോട്ട് വരുമ്പോൾ, എന്താ ഈ ഡെൻസർ മീഡിയം റെയറർ മീഡിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ലൈറ്റ് എല്ലാ മീഡിയത്തിലൂടെയും ഒരേപോലെയാണോ കടന്നു പോകുന്നത്? അല്ല. എന്താണ്? ലൈറ്റ് ഓരോ മീഡിയത്തിലൂടെയും കടന്നു പോകുന്നതിൻ്റെ അതിൻ്റെ എബിലിറ്റിക്ക് വ്യത്യാസമുണ്ട്. ആ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലേ? ചില മീഡിയത്തിന് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഉണ്ട്, ഒപ്റ്റിക്കലി റെയറർ മീഡിയം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 4 മീഡിയം തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? എയർ, 3 മീഡിയം തന്നിട്ടുണ്ട്. എയർ, വാട്ടർ, ഗ്ലാസ്. ഇതിലേതാ? എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയമാണ്. എയർ ഈസ് ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? n=1. ഇനി വാട്ടർ ആണെങ്കിലോ എയറിനേക്കാൾ ഡെൻസർ മീഡിയമാണ്. വെൻ കമ്പയർഡ് ടു എയർ, വാട്ടർ ഈസ് എ ഡെൻസർ മീഡിയം. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? n=1.3. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ എന്തും കൂടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. ഇനി ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണ്. വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ ഡെൻസിറ്റി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതിനേക്കാൾ കൂടുതലാണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1.5. ഓക്കെ. അപ്പോൾ ഏറ്റവും ഡെൻസിറ്റി കൂടിയ മീഡിയം ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? ഗ്ലാസ് ആണ്. ദെൻ വാട്ടർ, ദെൻ എയർ. ഇനി എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് എപ്പോഴും എവിടെ നിന്ന് എവിടേക്ക് പോകണം? ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും ഒരു റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. എന്താണ്? ദ ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്
ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഏത് ആംഗിളിലാണോ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ദിസ് ഈസ് നോർമൽ, ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ആ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും വേണം പിന്നെ ലൈറ്റ് ഡെൻസറിൽ നിന്നും റെയറിലോട്ടായിരിക്കണം വരേണ്ടത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ എന്ത് നടക്കുകയുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. എന്താണ് ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അതായത് ഒരു ഡെൻസറിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് മീഡിയത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിലൂടെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാ? 90 ഡിഗ്രി. ഇങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ IC എന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഒരു ആംഗിളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിക്കാൻ. അതുമാത്രമല്ല എവിടെ നിന്ന് എവിടേക്കായിരിക്കണം? ഡെൻസറിൽ നിന്നും റെയറിലോട്ടായിരിക്കണം. ഇനി ഈ 4 ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ ഏതാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ? ഡെൻസർ ടു റെയറർ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്? ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും എവിടേക്ക് വരണം? റെയറർ മീഡിയത്തിലോട്ട് വരണം. നമുക്കിവിടെ ഓർഡർ ഉണ്ട്. ഏതാണ് ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിൻ്റെ ഓർഡർ എഴുതുകയാണെങ്കിൽ എയർ ആണ് ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞത്, ദെൻ വാട്ടർ, ദെൻ ഗ്ലാസ്. ഗ്ലാസിനേക്കാൾ കൂടിയതാണ് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 2.4 ആണ്. അപ്പോൾ ഈ ഓർഡർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഗ്ലാസ് ടു എയർ. ഗ്ലാസിൽ നിന്നും എയറിലോട്ട് നോക്കിയേ, ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? ഗ്ലാസിനാണ്. അപ്പോൾ എയറിലോട്ട് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും അല്ലേ? നമ്മളോട് ചോദിച്ചാൽ നടക്കാത്തതാണ്, കനോട്ട് ടേക്ക് പ്ലേസ് ആണ്. അപ്പോൾ ഇതല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, വാട്ടർ ടു ഗ്ലാസ്. വാട്ടറിൽ നിന്നും ഗ്ലാസ്സിലേക്ക്. എടാ ഇത് നോക്കിയേ, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതാർക്കാ? ഗ്ലാസിനാണ്. അപ്പോൾ വാട്ടർ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് വെൻ കമ്പയർ ടു ഗ്ലാസ്. അപ്പോൾ ഒരു റെയറിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ? ഇല്ല. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഡെൻസറിൽ നിന്നും റെയറിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. സോ ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി തേർഡ് ഓപ്ഷൻ നോക്കിയേ, വാട്ടർ ടു എയർ. നടക്കില്ലേ? എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയാലാണ് വാട്ടർ. സോ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. നാലാമത്തെ ഓപ്ഷനോ, ഗ്ലാസ് ടു വാട്ടർ. ഇവിടെയും നടക്കും. കാരണം എന്താ? വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ആളാണ് ആര്? ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് എവിടെ നിന്ന് എവിടേക്ക് പോകണം? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് വരണം. അതിൻ്റെ ഓർഡർ എങ്ങനെയാ? ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞത് എയർ, ദെൻ വാട്ടർ, ദെൻ ഗ്ലാസ്, ദെൻ ഡയമണ്ട്. ഈ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് വൺ, കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ്. കിലോ വാട്ട് അവർ, KWH. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആടാ? ഏതിൻ്റെതാ? എനർജിയുടെ യൂണിറ്റ് ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് എന്ത്? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. സോ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്തിൻ്റെ ജൂളാണ്? എന്തിൻ്റെ യൂണിറ്റ് ആണ്? എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജിയുടെ മറ്റൊരു യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? ജൂൾ അല്ലേ? ഇനി ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. പവർ വാട്ട്. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ സമയത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വലിയ ഫോഴ്സ് അല്ലേ? ഒരു ചെറിയ സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ഫോഴ്സ് ഇൻറ്റു ടൈം. അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. സോ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത്? കിലോ വാട്ട് അവർ. ദെൻ പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. സോ നമ്മുടെ ആൻസർ ഈസ് എനർജി. Then the formation of rainbow is an example of. റെയിൻബോ ഫോം ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ? എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ 4 ഫിനോമിനകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ
അപ്പോൾ ഇതിൽ ഏതിൻ്റെ ഫലമായിട്ടാണ്, ഏത് പ്രതിഭാസം മൂലമാണ് റെയിൻബോ മഴവില്ലുണ്ടാകുന്നത്? ഏതാണ് ആൻസർ? ഇറ്റ് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ കാരണമാണ് മഴവില്ലുണ്ടാകുന്നത്. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്, അല്ലേ? ലൈറ്റ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് ലൈറ്റ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഡിസ്പേർഷൻ സംഭവിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് റെയിൻബോ ഈസ് ഫോംഡ്, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? യെസ്, ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്, അല്ലേ? ലൈറ്റിൻ്റെ ഡയറക്ഷന് വരുന്ന വ്യതിയാനം, ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ഒരു വ്യതിയാനം സംഭവിക്കുന്നു, ബെൻഡിങ് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഇറ്റ് ഈസ് ഓൾസോ എ ബെൻഡിങ് ഓർ സ്പ്രെഡിങ്. ബെൻഡിങ് അല്ലെങ്കിൽ സ്പ്രെഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ നാരോ സ്ലിറ്റ്, അല്ലേ? ഒരു നാരോ സ്ലിറ്റിലൂടെ, നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചാണ്. ഒരു നാരോ സ്ലിറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഡീവിയേഷൻ വന്നിട്ട് കുറച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവും, അല്ലേ? കുറച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺസുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് റെയിൻബോ ഈസ് ഫോംഡ് ബൈ ദ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് വെൻ ഇറ്റ് പാസ് ത്രൂ എ പ്രിസം ഓർ എ ഗ്ലാസ് എക്സെട്ര. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോമർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? എന്താ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ? യെസ്, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണല്ലേ. അതായത് നമുക്ക് മെയിനായിട്ടും 2 ട്രാൻസ്ഫോമറുകളുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു പ്രൈമറി കോയിലിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ, ഒരു AC ഇൻപുട്ട് നമ്മൾ കൊടുത്തു, എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും എന്തുണ്ടാകും? നമുക്കറിയാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ അവിടെ എന്തുണ്ടാകും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. പക്ഷെ ആ EMF എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? അതിനടുത്ത് വെച്ചിരിക്കുന്ന സെക്കൻഡറി കോയിലിൽ. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് കാരണം സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനയെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കാരണം എന്താ? ട്രാൻസ്ഫോമറിൽ ഒരു പ്രൈമറി കോയിലും ഉണ്ടായിരിക്കും, ഒരു സെക്കൻഡറി കോയിലും ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡറി കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ, നമുക്കറിയാം എവിടൊക്കെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നോ എന്നാൽ അവിടെ എന്തുണ്ടാകും? ഒരു EMF ഉണ്ടാകും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് ആൻ EMF whenever a magnetic flux associated with a coil changes. ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രൈമറിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ചേഞ്ചിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലാണ് കറണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇനി എന്താ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ കോയിലേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ഈ കോയിലിൽ, സോ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതായത് ഏത് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് കാരണമാണോ EMF ഇൻഡ്യൂസ് ചെയ്തത്, അതേ കണ്ടക്ടറിൽ തന്നെ, അതേ കോയിലിൽ തന്നെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കാൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടായ EMFനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. അതായത് സെയിം കോയിലിൽ തന്നെ, അല്ലേ? ഈ കോയിലിലെ
ഈ കോയിലിലെ കറണ്ട് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നിട്ട് അതേ കോയിലിൽ തന്നെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് ഇ എം എഫ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. Then the value of electric charge on any objects cannot be less than, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രിക് ചാർജ് എന്തിനേക്കാൾ കുറവായിരിക്കില്ല. എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ? 1 ഇലക്ട്രിക് ചാർജ് is equal to 1.6 into 10⁻⁻19 കൂളമ്പാണ്. ഒരു ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര കൂളമ്പാണ്? 1.6 into 10⁻⁻19 കൂളമ്പ്. ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ അതിൻ്റെ പേര്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താ ഇത് പറയുന്നത്? അതായത് ചാർജ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിലുമുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു +or-NE. അതായത് ഈ ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ മാത്രമേ ആവുകയുള്ളൂ. അതായത് ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് 1E ആയിരിക്കും. ഒരിക്കലും E/2 അല്ലെങ്കിൽ E/4 ഒരു ഫ്രാക്ഷണൽ വാല്യൂ എന്ത് ചെയ്യില്ല, ഒരിക്കലും വരില്ല. കാരണം എന്താ? Q ഈക്വൽ ടു +or-NE ആണ്. വേർ N ഈസ് 1, 2, 3 എക്സെട്ര ഇൻറ്റീജേഴ്സ് ആണ്. ഒരു ഫ്രാക്ഷൻ, അതായത് ഇതിനേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ, ഒരിക്കലും E/2 അല്ലെങ്കിൽ E/4 ഒരു ഫ്രാക്ഷണൽ വാല്യൂ അല്ല. ഏതൊരു ഒബ്ജക്റ്റിലുമുള്ള ഏറ്റവും മിനിമം ചാർജ് എന്ന് പറയുന്നത് എത്രയാ? 1.6 into 10⁻⁻19 കൂളമ്പ്. അതിനെ താഴേക്ക് എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. ഏറ്റവും മിനിമം എത്രയാണ്? 1.6 into 10⁻⁻19 കൂളമ്പ്. ഇനി എത്രയൊക്കെ ആകാം? 2E ആകാം, അല്ലെങ്കിൽ 3E ആകാം, 4E ആകാം, അല്ലെ? അങ്ങനെ പോകുള്ളൂ, ഇൻഡിജേഴ്സ് ആയിട്ട് പോകുള്ളൂ. ദാറ്റ് ഈസ് കാൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതിൻ്റെ ഈ എന്ന് പറയുന്ന ഈ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നുണ്ടാവുള്ളൂ ചാർജ് ഉണ്ടായിരിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ചാർജ് ദാറ്റ് ഈസ് കാൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് 1.6 into 10⁻⁻19 കൂളമ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പെഡഗോഗി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കുക, എ ടീച്ചർ കൺസിസ്റ്റൻ്റ്ലി യൂസിങ് വിഷ്വൽ മെറ്റീരിയൽസ് ടു പ്രൊമോട്ട് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ ഈസ് ഡെമോൺസ്ട്രേറ്റിംഗ് വിച്ച് കോമ്പീറ്റൻസി. അതായത് ഒരു ടീച്ചർ കൺസിസ്റ്റൻ്റ്ലി എന്താണ് യൂസ് ചെയ്യുന്നത്? വിഷ്വൽ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടുകൊണ്ടുള്ള വിഷ്വൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ടു പ്രൊമോട്ട് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഇതിൽ ആ ടീച്ചർ ഏത് കോമ്പീറ്റൻസിയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? ഏതാണ്? ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണോ, കമ്മ്യൂണിക്കേഷൻ ആണോ, കണ്ടന്റ് മാസ്റ്ററി ആണോ, ലീഡർഷിപ്പ് ആണോ? ഏതാണ്? യെസ്, ഇവിടെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? കാരണം എന്താ? നമ്മൾ വിഷ്വലി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത്, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഇതിലെ ഓഡ് വണ്ണ് ഏതാണ്? ഇവിടെ 4 മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഡയലക്റ്റിക് മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. എന്താ ഈ ഡയലക്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇതൊരു ചൈൽഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് മെത്തേഡാണ് അല്ലേ? ഡയലക്റ്റിക് മെത്തേഡ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റ് മെത്തേഡ്. കാരണം എന്താ? കുട്ടികൾ തന്നെ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി അവർ തന്നെ വർക്ക് ചെയ്തതാണ് പ്രോജക്റ്റ് മെത്തേഡ് ആൻഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഇത് മൂന്നും എന്താണ്? ഒരേ ഇതിൽ വരുന്നതാണ്. ബട്ട് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടീച്ചർ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ദ ഓഡ് വൺ ഈസ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. Then third question, teaching science through an integrated approach is more effective for holistic understanding because. അതായത് സയൻസ് എങ്ങനെ പഠിപ്പിക്കുക? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ്. ഒന്നും കൂടെ മനസ്സിലാക്കാൻ അത് ഇഫക്റ്റീവ് ആവുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലേ? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്?
ഓപ്ഷൻ എ ഫോക്കസസ് ഓൺ മെമ്മറൈസേഷൻ ഓഫ് സയൻറ്റിഫിക് ഫാക്ട്സ്. എന്താണ് സയൻറ്റിഫിക് ഫാക്ടുകൾ ഓർത്തെടുക്കാൻ ഫോക്കസ് ചെയ്യുന്നതാണോ? അല്ല, അതല്ല ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ചെയ്യുന്നത്. ഇനി ടീച്ച് ഈച്ച് സയൻസ് ഡിസിപ്ലിൻ ആസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? അതും അല്ല. കാരണം എന്താ, ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒന്നിൽ കൂടുതൽ ഇത് ഒരുമിച്ച് പഠിക്കുന്നത്. Then help learners relate concepts across different branches of science and real life. അതായത് റിയൽ ലൈഫിലെയും അതുപോലെ സയൻസിലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലെയും കൺസെപ്റ്റുകളെ നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ, ബന്ധപ്പെടുത്തി പഠിപ്പിക്കാൻ അത് സഹായകമാകുന്നു. അതല്ലേ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ വരുന്നത് അല്ലെ? ഒരുപാട് ഇത് ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നു. സോ ദ ഓപ്ഷൻ ഈസ് സി. ആൻസർ ഈസ് സി. ഡി എന്താണ്? ലിമിറ്റ് ലേണേഴ്സ് ടു ദ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് നോളജ്. അതെന്തായാലും അല്ല അല്ലേ? ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ എന്താണ്, സയൻസ് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവ് ആവാൻ കാരണം എന്താണ്? അത് സയൻസിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസും അതുപോലെ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടാണ് കൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് വുഡ് ബി most appropriate to identify the specific learning gaps of student? അതായത് കുട്ടികളിലുള്ള ലേണിംഗ് ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാടാ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അല്ലേ? നമ്മൾ അതായത് കുട്ടികളിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് എന്ന് ഡയഗ്നൈസ്, ആ ലേണിംഗ് ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അത് കുട്ടികളുടെ അപ്പപ്പുള്ള പെർഫോമൻസ് നോക്കുന്ന ടെസ്റ്റാണ്. ഫോർമേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിക്കുന്ന സമയത്ത് എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടി നമ്മളപ്പോൾ ഇടുന്ന ടെസ്റ്റാണ്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡിൽ നടത്തുന്ന എക്സാമാണ്, ടെസ്റ്റാണ് അല്ലേ? സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ലേണിംഗ് ഗ്യാപ്സ്. എന്താണ്, കുട്ടികളിലുള്ള ലേണിംഗ് ഗ്യാപ്സ് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് റിലേറ്റഡ് ടു ലേണർ സെൻറ്റേർഡ് ഫീച്ചർ ഓഫ് എ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. അതായത് ഒരു ലേണർ സെൻറ്റേർഡ് ഫീച്ചർ ഓഫ് സയൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ലാത്തത് ഇതിലേതാണ്? ലേണർ സെൻറ്റേർഡ് ഫീച്ചർ അല്ലാത്തത് ആക്ടിവിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഇത് ലേണർ സെൻറ്റർ ആണ്, ആക്ടിവിറ്റിയും എക്സ്പെരിമെൻറ്റും ഉണ്ടായിരിക്കും. തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് അല്ലേ? കുട്ടികളിൽ എന്താണ് ഒരു തോട്ട് പ്രൊവോക്കിംഗ്, അവരെ ചിന്തിപ്പിക്കാൻ എന്താണ് ഇതാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് ഇവാലുവേഷൻ, അവർക്കൊരു സ്വയം വിലയിരുത്താനുള്ള അവസരം കൊടുക്കും അല്ലേ? ദെൻ അടുത്ത എന്താണ്? ആബ്സെൻസ് ഓഫ് റിവ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് റിവ്യൂ എക്സസൈസ്, കൂടുതൽ എക്സസൈസുകൾ റിവ്യൂ ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കില്ല. ആബ്സെൻ്റ് അത് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞില്ല, അത് ഉണ്ടായിരിക്കും. സോ ഇതെന്തല്ല, ഒരു ലേണർ സെൻറ്റേർഡ് ഫീച്ചർ അല്ല. സോ ദ ആൻസർ ഈസ് ഡി ആണ്. കാരണം എന്താ, മറ്റേത് മൂന്നും ലേണർ സെൻറ്റേർഡ് ആണ്. സോ ദ ആൻസർ ഈസ് ഡി. The next, the primary purpose of using audio visual aids in classroom instruction is. ഒരു ക്ലാസ് റൂമിൽ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രാഥമിക ആവശ്യം എന്താണ്? പ്രൈമറി പർപ്പസ് റെഡ്യൂസ് ടീച്ചേഴ്സ് വർക്ക് ലോഡ്, ഒരു ടീച്ചറുടെ വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇംപ്രൂവ് ക്ലാസ് റൂം ഡിസിപ്ലിൻ, ക്ലാസ് റൂമിൻ്റെ ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതും അല്ല. പ്രൈമറി പർപ്പസ് എന്താണ്? എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ മൾട്ടി സെൻസറി ലേണിംഗ് അല്ലേ? അതായത് നമ്മുടെ മൾട്ടിപ്പിൾ സെൻസ് ഓർഗൻസ്, ഐ നോസ് അല്ലേ? ചിലർക്ക് കണ്ടുകൊണ്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറ്റു ചില കുട്ടികൾക്ക് എന്തായിരിക്കും, കേട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ മൾട്ടി സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് കൂടുതൽ ആ കണ്ടന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി നോക്കിക്കേ, റീപ്ലേസ് ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിനെ റീപ്ലേസ് ചെയ്യാനാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്? അല്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് എൻഹാൻസിങ് ദ അണ്ടർസ്റ്റാൻഡിങ് ത്രൂ മൾട്ടി സെൻസറി ലേണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഷുവേഴ്സ് ലോജിക്കൽ സീക്വൻസിങ് ഓഫ് കണ്ടന്റ് ഇൻ സയൻസ് ടീച്ചിങ്? അതായത് സയൻസ് ടീച്ചിങ്ങിലെ കണ്ടന്റുകളെ, കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടന്റുകളെ ലോജിക്കലായിട്ട് സീക്വൻസ് ചെയ്യും. അടിക്കടിക്ക് ലോജിക്കൽ സീക്വൻസിങ് ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് ഏതാണിതിൽ? ദാറ്റ് ഈസ് യൂണിറ്റ് പ്ലാൻ അല്ലേ? യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ആ യൂണിറ്റിലെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അതായത് ആദ്യം ഏത് പഠിക്കണം, അത് പഠിച്ചാലുള്ളൂ അടുത്ത കൺസെപ്റ്റ് മനസ്സിലാകും, അത് പഠിച്ചാലേ അടുത്ത കൺസെപ്റ്റ് മനസ്സിലാകും. അങ്ങനെ ആ പ്രധാനപ്പെട്ട കണ്ടന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ ലോജിക്കലി സീക്വൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്.
എന്താ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ? ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ടീച്ചർ, അത് ആ ടീച്ചറുടെ ഇഷ്ടമാണ്. അതായത് എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്ലാനിങ് ഓഫ് എ ടീച്ചർ, അല്ലെ? ഹൗ ദ ക്ലാസ് ഈസ് ടു ബി ഗോയിങ് ഓൺ, എങ്ങനെ ആ ക്ലാസ് മുന്നോട്ട് പോകണമെന്ന് ആ ടീച്ചറുടെ തീരുമാനങ്ങൾ. അതായത് ആ ടീച്ചർ എങ്ങനെ എടുക്കണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം, ഏത് ആദ്യം കൊടുക്കണം, ഏത് രണ്ടാമത് കൊടുക്കണം, അതാണ് ലെസൺ പ്ലാനിൽ വരുന്നത്. പക്ഷേ യൂണിറ്റ് പ്ലാനിൽ എന്താണ്? കണ്ടന്റ് ആണ്. മറ്റേത് ഹൗ ടു ടീച്ച് എന്നുള്ളതാണ്. ഹൗ ടു ടീച്ച് എന്നുള്ളതാണ് ഏത്? ലെസൺ പ്ലാൻ. എങ്ങനെ പഠിപ്പിക്കണം, അതിൻ്റെ സ്റ്റെപ്പുകൾ. അതായത് ഏതാദ്യം എന്താക്കണം, ഏത് ആക്ടിവിറ്റി ആദ്യം കൊടുക്കണം, അങ്ങനെ അതൊരു ടീച്ചറാണ് പ്ലാൻ ചെയ്യുന്നത്. യൂണിറ്റ് പ്ലാൻ എന്താണ്? കണ്ടന്റിൻ്റെ പ്ലാനിങ് ആണ്. ഇറ്റ് ഈസ് ദ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് കണ്ടന്റ്. ഒരു കണ്ടന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ സീക്വൻസ് ചെയ്യുന്നതാണ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? അത് നമ്മളെ ലെസൺ പ്ലാനിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അന്ന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് കുട്ടികൾ ലേൺ ചെയ്യണം, ഏതൊക്കെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ്. ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് ഏതാണ്? യൂണിറ്റ് പ്ലാൻ ആണ്. ഒരു കണ്ടന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ സീക്വൻസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊമോട്ട് സയൻസ് ലേണിംഗ് ബിയോണ്ട് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ? അതായത് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ അപ്പുറത്തേക്ക് ഇതിൽ സയൻസ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിലേതാണ്? റോട്ട് മെമ്മറൈസേഷൻ ആണോ? കാണാതെ പഠിക്കുന്നത്, മനപ്പാഠം പഠിക്കുന്നത് അല്ല. സയൻസ് ഫെയർ അല്ലേ? സയൻസ് ഫെയർ എന്ന് പറയുന്നത് എന്താണ്? അല്ലേ, നമ്മളെ കുട്ടികളുടെ ശാസ്ത്രോത്സവം. അപ്പോൾ സയൻസ് ഫെയർ ആണ് എന്ത്? ബിയോണ്ട് ക്ലാസ് റൂം സയൻസ് ടീച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് അല്ല, ചോക്ക് ടോക്ക് മെത്തേഡും അല്ല, ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് വെറുതെ പറഞ്ഞ് നമ്മൾ എഴുതി പഠിപ്പിക്കുക, അതുമല്ല. സോ ആൻസർ ഈസ് സയൻസ് ഫെയർ. ഐഡൻറ്റിഫൈ ദ അസംഷൻ ഓഫ് ദ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഇൻ ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. എന്താണ്? ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് അസംഷൻസോ, അതായത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൻ്റെ അസംഷൻസുകൾ ഇതിലേതാണ് ഇൻ ടീച്ചിങ് ഫിസിക്കൽ സയൻസ്? നോക്കിയാൽ ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ ഒബ്സർവബിൾ ബിഹേവിയർ. ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് അതെന്താണ്? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഒബ്സർവബിൾ ബിഹേവിയർ. അതായത് ഒരു കുട്ടി നിരീക്ഷിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാവുന്നതാണ് ലേണിംഗ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇത് എന്താണ്? ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്, അല്ലേ? ഒബ്സർവബിൾ ബിഹേവിയർ, ഇതുപോലുള്ള വേർഡ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തൻസ് ലേണിംഗ്, അല്ലേ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്. റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്. സോ ഇതും എന്താണ്? ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്. ഇനി ലേണിംഗ് ഒക്കേഴ്സ് മെയിൻലി ത്രൂ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ഇതെന്തല്ല? ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് അല്ല, അല്ല, ഇത് കോഗ്നിറ്റീവ് സ്ട്രക്ചറിങ് ആണ്. ദെൻ ഇമോഷൻസ് ആർ ദ സെൻട്രൽ ഫോക്കസ് ഓഫ് ലേണിംഗ്. ഇതും എന്താണ്? കോഗ്നിറ്റീവ് അപ്രോച്ചിൽ വരുന്ന. സോ ഏതൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്? ലേണിംഗ് ത്രൂ ഒബ്സർവബിൾ ബിഹേവിയർ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. സോ ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ 1 and 2 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 and 2 are correct. Next, the National Curriculum Framework (NCF) 2005 advocates child-centered education along with which of the following guiding principles? ഇതിൽ ഏതൊക്കെയാണ് 2005 NCF വഴി ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന, അഡ്വക്കേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ലേണിംഗ് ത്രൂ പ്ലേ വേ മെത്തേഡ്. അതായത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മെത്തേഡ് വഴിയുള്ള പഠനം. അത് എന്താണ്? NCF 2005 ചൈൽഡ് സെൻറ്റേർഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ലേണിംഗ് ത്രൂ ബിഹേവിയർ ആൻഡ് അപ്രോച്ച്, ലേണിംഗ് ബേസ്ഡ് ഓൺ അസസ്മെൻറ്റ്. So the answer is learning through play way method. Then identify the odd one out related to professional development of teacher. ഒരു ടീച്ചറുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കാത്തത് ഇതിലേതാണ്? ഓഡ് വൺ പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഏതാണ്? ലെസൺ പ്ലാനിങ്, ഇൻ സർവീസ് ട്രെയിനിങ്, വർക്ക്ഷോപ്പ്, സെമിനാർ, അല്ലേ? വർക്ക്ഷോപ്പുകളും സെമിനാറും ഒക്കെ എന്താണ്? ലെസൺ പ്ലാനിങ് ഒക്കെ ഒരു ടീച്ചറുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ എന്താണ്? ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഇൻ സർവീസ് ട്രെയിനിങ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈഗോസെൻട്രിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് പിയാഷെസ് വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്? ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെ, ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഈ 4 സ്റ്റെപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒന്നാണ്. സോ ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഏത് സ്റ്റേജിലാണ് ഈഗോസെൻട്രിസം വരുന്നത്? ഏത് സ്റ്റേജിലാടാ? നമുക്കറിയാം സെൻസറി മോട്ടോർ സ്റ്റേജ് എത്രയാ? 0 to 2 years. ഇതിൽ മെയിനായിട്ടും എന്താണ്? സെൻസറി ആക്ഷൻസ് അല്ലേ, അതായത് സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ടുള്ള ആക്ഷൻസ് ആണ്. ദെൻ ഒബ്ജക്റ്റ് പെർമനൻസ്, ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് കുട്ടിക്കൊരു വസ്തു അല്ലെ, ആ വസ്തു ആ കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ആ വസ്തു ഉണ്ട് എന്നുള്ളത് ഇത് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒരു വസ്തുവിൻ്റെ ഒബ്ജക്റ്റ് പെർമനൻസ് ഇതിൽ വരുന്ന സെൻസറി മോട്ടോർ. പ്രീ ഓപ്പറേഷനിൽ വരുന്നതാണ് എന്ത്? ഈഗോസെൻട്രിസം അല്ലേ, അതായത് 2 to 4 years. അതായത് എന്താണ്? കുട്ടിക്ക് എന്താണ്? കുട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താണ് ഇപ്പം കുട്ടിക്ക് ഇപ്പോൾ എന്താണ് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് കുട്ടി എന്താണ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ കരയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് ഐസ്ക്രീം വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ കുട്ടി വേറുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമയത്ത് ബഹളം വെക്കാൻ പറ്റുമെന്നൊന്നും ആ കുട്ടി ചിന്തിക്കുന്നില്ല. എന്താണ്? കുട്ടിക്ക് കുട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലേ, അപ്പോൾ ഈഗോസെൻട്രിസം അത് ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, 2 to 4 years. മൂന്നാമത്തെ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 4 to 7 years. ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്തൊക്കെ വരുന്നത്? നമ്മൾ റിവേഴ്സിബിലിറ്റി ഒക്കെ വരുന്നത്. അതായത് എന്താണ്? കൂട്ടാനും കുറക്കാനും ഒക്കെ അല്ലേ. ഇപ്പോൾ 4 + 3 7 ആണ്, എന്നാൽ 7 - 3 4 ആണ്. തിരിച്ച് അത് റിവേഴ്സ് ചെയ്ത് ഇതാക്കാനുള്ള എബിലിറ്റി ഒക്കെ ഏതിലാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് അല്ലേ, ഒരു ഹോളായിട്ട് ഓരോ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ വരുന്ന ഇതിലാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, 7 to 11 years. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. 4 സ്റ്റേജുകളാണ്: സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിൽ ഈഗോസെൻട്രിസം ഏതിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. Then guided discovery learning is closely associated with the idea of ഗൈഡഡ്. ഒരാൾ ഗൈഡ് ചെയ്തിട്ടുള്ള ഡിസ്കവറി ലേണിംഗ് എന്ന് കേട്ടാൽ തന്നെ ആരും ഓർമ്മ വരണം? ജെറോമസ് ബ്രൂണർ. ഡിസ്കവറി ലേണർ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ബ്രൂണറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗൈഡഡ്, ഒരാൾ ഗൈഡ് ചെയ്തിട്ട് സ്കഫോൾഡിങ് അല്ലെ, സ്കഫോൾഡിങ് ലേണിംഗ്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജെറോമസ് ബ്രൂണർ. സ്കിന്നർ ആരാണ്? സ്കിന്നറിൻ്റെ മെയിൻ ഏതാണ്? ഒരു ബിഹേവിയറിസ്റ്റ് ഫിഗറാണ് ആര്? സ്കിന്നർ. സോ സ്കിന്നറിൻ്റെ എന്താണ്? ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് അല്ലേ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അതായത് റിവാർഡ്സും പണിഷ്മെൻറ്റും ഒക്കെ കൊടുത്തിട്ട് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. പിയാഷെ നമുക്കറിയാം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ പാവ്ലോവ്, ഇവാൻ പാവ്ലോവ് ആരാണ്? ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്? പാവ്ലോവിൻ്റെ പട്ടി ഓർമ്മയില്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ്. പാവ്ലോവും സ്കിന്നറും ഒക്കെ എന്താണ്? ബിഹേവിയറിസ്റ്റ് ആണ്. പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതായത് എന്താണ്? ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ എന്താണ്? പട്ടിക്ക് എന്ത് വരുന്നു? സലൈവേഷൻ വരുന്നു അല്ലേ, ഫുഡില്ലാതെ തന്നെ. സോ ദാറ്റ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇവാൻ പാവ്ലോവ്. സ്കിന്നർ ആണെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുത്തുകൊണ്ട് ഒരു ശീലം വളർത്തിയെടുക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ്. പിയാഷെ ആണെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. സോ ബ്രൂണർ ആണ് ഇത് ഡിസ്കവറി ലേണിംഗ്. The family of models that focuses more on students' intellectual abilities and knowledge acquisition. കുറച്ച് ഫാമിലി ഓഫ് മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസിനും നോളജ് അക്വയർ ചെയ്യാനും അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നോളജ് അക്വയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഫാമിലി ഓഫ് മോഡൽ ഏതാണ്? ദാറ്റ് ഈസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിനാണ് ഏത് വരുന്നത്? ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് നോളജബിൾ അക്വസിഷൻ. ബിഹേവിയർ മോഡിഫിക്കേഷനിൽ എന്തായിരിക്കും? സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട്. സോഷ്യൽ ആണെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മോഡലാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ്.
Then according to Bruner curriculum should be organized in the form of. ബ്രൂണറിനെ സംബന്ധിച്ചിടത്തോളം കരിക്കുലം എങ്ങനെയായിരിക്കണം? ലീനിയർ കരിക്കുലം, സ്പൈറൽ കരിക്കുലം, സബ്ജക്ട് സെൻറ്റേർഡ് കരിക്കുലം, ഫിക്സഡ് കരിക്കുലം. ഏതായിരിക്കണം? സ്പൈറൽ കരിക്കുലമാണ്. അക്കോർഡിംഗ് ടു ബ്രൂണർ കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം? സ്പൈറൽ ആയിരിക്കണം. അതായത് എന്താണ്? സ്പൈറൽ ആയിട്ട് പോകണം അല്ലേ? അതായത് ഒരു കണ്ടന്റ് പഠിച്ചു, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ കണ്ടന്റും റിലേറ്റ് കുറച്ചും കൂടെ പഠിക്കണം അല്ലേ? ദെൻ അടുത്ത ക്ലാസ്സിൽ, അതായത് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബേസ് കിട്ടണം. അതിൻ്റെ ഇലാബറേറ്റഡ് വേർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചു വരും. ദാറ്റ് ഈസ് സ്പൈറൽ കരിക്കുലം. സോ അക്കോർഡിംഗ് ടു ബ്രൂണർ എ കരിക്കുലം ഷുഡ് ബി സ്പൈറൽ കരിക്കുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്രോബ്ലം സോൾവിങ്, putting aside the problem and doing something else to allow the mind to unconsciously consider the problem is. അതായത് പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ എന്താണ്? പ്രോബ്ലത്തെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാം. ആ ഒരു സ്റ്റെപ്പിനെ പറയുന്ന പേരെന്താണ്? അതായത് ആ പ്രോബ്ലം നമ്മുടെ മൈൻഡിലുണ്ട്, ബട്ട് ഈവൻ ദോ നമ്മൾ അതിനെ ആ മൈൻഡിൽ നമ്മളിതുണ്ട്, പക്ഷെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളിലും വർക്കിലൊക്കെ ഏർപ്പെടുന്നു. ആ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് അല്ലേ? ആക്ച്വലി നമ്മൾ ആ പ്രോബ്ലത്തെക്കുറിച്ച് എന്താണ്, പ്രോബ്ലത്തിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇതാകുന്നു, പക്ഷെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അതുണ്ട്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. Then next question, which of the following is the first step in curriculum development? കരിക്കുലം ഡെവലപ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് എത്തണം. ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഏതാണ്? ഓപ്ഷൻ എ കണ്ടന്റ് ഓർഗനൈസേഷൻ, ദെൻ ബി നീഡ് അനാലിസിസ്, സി ഇവാലുവേഷൻ, ഡി സെലക്ഷൻ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ഏതാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടന്റ് ഓർഗനൈസേഷൻ അല്ലേ? കണ്ടന്റിനെ ഓർഗനൈസ് ചെയ്യണം. The next one, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ എല്ലാ പെർഫോമൻസ് ആണ്. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ടെസ്റ്റ് അല്ലേ? ആ കുട്ടിയുടെ എന്താണ് എല്ലാ ആക്ടിവിറ്റീസും അല്ലെ, ആ കുട്ടിയുടെ ഫുൾ പെർഫോമൻസ് ടെസ്റ്റ് ഇതാണ് ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് പ്ലാൻ ആൻഡ് കണ്ടക്ട് എ സയൻസ് പ്രോജക്റ്റ് ടു അഡ്രസ് വാട്ടർ സ്കേഴ്സിറ്റി ഇൻ ദെയർ ലൊക്കാലിറ്റി. കുട്ടികൾ എന്ത് ചെയ്തു? ഒരു സയൻസ് പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്തു. എന്തിന്? അവരുടെ ലൊക്കാലിറ്റിയിലുള്ള വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളത്തിൻ്റെ ക്ഷാമം അല്ലെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്. ദിസ് ആക്ടിവിറ്റി പ്രൊമോട്ട് വിച്ച് ലെവൽ ഓഫ് ലേണിംഗ്? ഈ ആക്ടിവിറ്റി ഏത് ലെവൽ ഓഫ് ലേണിങ്ങിലാണ് വരുന്നത്? ഓപ്ഷൻ എ റിമെമ്പറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓപ്ഷൻ ബി അനലൈസിങ് ആൻഡ് സിന്തസൈസിങ്, ഓപ്ഷൻ സി ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്, ഓപ്ഷൻ ഡി റീകോളിംഗ് ആൻഡ് റെക്കഗ്നൈസിങ്. ഏതാടാ? യെസ്, ഇതേതാണ്. അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്കേഴ്സിറ്റിനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? അനലൈസിങ് ആൻഡ് സിന്തസൈസിങ്. അതിനെന്ത് ചെയ്യണം? ആദ്യം വിശകലനം ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സോ ഇറ്റ് ഈസ് ദ വിച്ച് ലെവൽ ഓഫ് ലേണിംഗ്? അനലൈസിങ് ആൻഡ് സിന്തസൈസിങ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. 4 പെയേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ള പെയർ ഏതാണ്? ഓപ്ഷൻ എ ചെക്ക് ലിസ്റ്റ്, റെക്കോർഡിംഗ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ട്രൈറ്റ്സ്. അത് ശരിയല്ലേ? ചെക്ക് ലിസ്റ്റ്, അതായത് നമ്മൾ ഇന്ന സ്വഭാവമുണ്ട്, നമ്മൾ ഇതാ ശരിയും തെറ്റുള്ളൂല്ലേ അല്ലേ? ഇതല്ലേ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ഇന്ന ട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് പ്രസൻറ്റ് ആണെങ്കിൽ ടിക്കിടും അല്ലെങ്കിൽ ക്രോസ് ഇടും. സോ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിംഗ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ട്രൈറ്റ്സ്. ദെൻ റേറ്റിംഗ് സ്കെയിൽ, മെഷറിംഗ് ഡിഗ്രീസ് ഓഫ് പെർഫോമൻസ് അല്ലേ? അതും ശരിയാണ്. റേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് റേറ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ, കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാ വർക്കുകളും കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്, അതും ശരിയാണ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അസസിങ് പ്രാക്ടിക്കൽ സ്കിൽസ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ പ്രാക്ടിക്കൽ സ്കിൽസ് മാത്രമല്ല അസസ് ചെയ്യുന്നത്, ഓൾ ഓവർ അസസ്മെൻ്റ് ആണ് അല്ലേ? അതിൻ്റെ കണ്ടിന്യൂസ് എന്താണ്? തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ അസസ്മെൻ്റ് ആണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് റോങ് പെയർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റീസണിംഗ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് ഡിസ്കവറി ടു ഫോം ഹൈപ്പോത്തസിസ്? അതായത് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ നമ്മൾ ഇതിലേത് റീസണിംഗ് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്? ഓപ്ഷൻ എ ഡിഡക്റ്റീവ് റീസണിംഗ്, ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് റീസണിംഗ്,
ഓപ്ഷൻ സി അനലോജിക്കൽ റീസണിങ്, ഓപ്ഷൻ ഡി ട്രയൽ ആൻഡ് എറർ ഓൺലി. ഏതാണ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വെറുതെ അങ്ങോട്ട് ചുമ്മാ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയാണോ? അല്ലല്ലോ. അത് നമ്മൾ എന്താണ് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. നമ്മൾ കറക്റ്റ് അതിൻ്റെ എവിഡൻസസ് കിട്ടി ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് മെത്തേഡാണ്, അല്ലേ? അതായത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക്കിൽ നിന്നാണ് നമ്മൾ എന്താവുന്നത് അതിനെ മൊത്തമായിട്ട് ജനറലൈസ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഹൈപ്പോത്തസിസിൽ എന്താണ് തിയറിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക്. അതായത് DGP എന്ന് ഓർത്ത് വെക്കുക. DGP ഉണ്ടോ? ഡിഡക്റ്റീവ്, ജനറൽ ടു സ്പെസിഫിക്, പെർട്ടിക്കുലർ. പി എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ, ജനറൽ ടു പെർട്ടിക്കുലർ. എന്നാൽ പിന്നെ മറ്റേത് ഇത് നമുക്ക് മാറിപ്പോകും. ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളത്. സോ ഒന്നിൻ്റെ കോഡ് ഓർത്ത് വെക്കുക DGP. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു പെർട്ടിക്കുലർ. അപ്പോൾ ഇൻഡക്റ്റീവ് എന്താണ്? പെർട്ടിക്കുലർ ടു ജനറൽ ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ ആണ്. ഇനി അനലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ബന്ധപ്പെടുത്തിയാണ്ടുള്ള ഇതാണ്, അതായത് ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അനലോജി. ദെൻ ട്രയൽ ആൻഡ് എറർ വരുന്ന എപ്പോഴാണ്? അതൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിലാണ് നമ്മൾ അത് ഉപയോഗിച്ച് നോക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കൂ, അല്ലേ? സോ ട്രയൽ ആൻഡ് എറർ വരുന്നത് പ്രോബ്ലം സോൾവിങ്ങിലാണ്. സോ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുമ്പോൾ നമ്മളതൊരു സയൻറ്റിഫിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A science teacher asks students to measure the length of a shadow at different times of the day. എന്താണ് ടീച്ചർ എന്ത് പറഞ്ഞു കുട്ടികളുടെ? നിഴലിൻ്റെ ഷാഡോ എന്താണ്? ലെങ്ത് ഓഫ് ഷാഡോ മെഷർ ചെയ്യാൻ പറഞ്ഞു. എപ്പോഴൊക്കെ? അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് എ ഡേ. റെക്കോർഡ് ദെയർ ഒബ്സർവേഷൻസ് ആൻഡ് ഇൻഫർ ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ സൺ. അവരുടെ ഒബ്സർവേഷൻ നോക്കിയിട്ട് സണ്ണിൻ്റെ പൊസിഷൻസ് മാറുന്നത് ഇൻഫർ ചെയ്യാൻ പറഞ്ഞു. ഈ ആക്ടിവിറ്റിയിൽ എന്താണ് മെയിൻ എംഫസൈസ്? വിച്ച് ആസ്പെക്ട് ഓഫ് സയൻസ്? സയൻസിൻ്റെ ഏത് ആസ്പെക്ട്, ഏത് തലമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്? നോക്കുക. സയൻസ് ആസ് എ ബോഡി ഓഫ് നോളജ് ആണോ? അതോ സയൻസ് ആസ് എ സെറ്റ് ഓഫ് ഫാക്ട്സ്? അല്ല, ഫാക്ട്സ് അല്ലല്ലോ ഇവിടെ നോക്കുന്നത്. ഇവിടെ എന്താണ്? അവർ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. സോ പ്രോസസ് ആസ്പെക്ട് ഓഫ് സയൻസ്, അല്ലേ? അവിടെ ഒരു പ്രോസസ്സ് ചെയ്ത് അത് എങ്ങനെയാണ് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് കണ്ടെത്തുകയാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ആസ്പെക്ട് ഓഫ് സയൻസ്. Next question. A teacher wishes to apply the problem solving strategy to help students understand various ways to conserve energy in a school. The first step of problem solving strategy will be. അതായത് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? കുട്ടികളെ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുകയാണ്? എങ്ങനെയൊക്കെ എനർജി കൺസേർവ് ചെയ്യും, നമ്മുടെ സ്കൂളിൽ എങ്ങനെയൊക്കെ എനർജി കൺസേർവ് ചെയ്യും, അതാണ് അവരുടെ പ്രോബ്ലം. അപ്പോൾ ആ ഒരു പ്രോബ്ലം അവർ എന്താണ് ടീച്ചറെ അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകണം. അപ്പോൾ അതിൽ എന്തൊക്കെ സ്ട്രാറ്റജി, അതിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ എന്താണ് നമ്മുടെ പ്രോബ്ലം? സ്കൂളിൽ എങ്ങനെയൊക്കെ എനർജി കൺസേർവ് ചെയ്യും, അതിന് ആ കുട്ടികൾ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുമ്പോൾ അവർ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഇതാണ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഓഫ് റെലവൻറ്റ് ഡാറ്റ. അതായത് എന്താണ്? അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ വിശകലനം ചെയ്താണ് ആദ്യം ചെയ്യേണ്ടത്? അല്ല. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈനിങ് ദ പ്രോബ്ലം, ഇതല്ലടാ ആദ്യം ചെയ്യേണ്ടത്. അതായത് പ്രോബ്ലം കണ്ടെത്തി അതിനെ നിർവചിക്കുക, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക, അല്ലേ? എന്നിട്ടല്ലേ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഈസ് ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് ദി പ്രോബ്ലം. എന്നിട്ട് എന്ത് ചെയ്യുക? കളക്ടിങ് ആൻഡ് അനലൈസിങ് റെലവൻറ്റ് ഡാറ്റ. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവാലുവേറ്റിംഗ് എന്താണ്? ഇംപ്ലിമെൻറ്റിങ് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. ആ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത സൊല്യൂഷൻ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. അത് എത്രത്തോളം എന്താണ് ഉപകാരപ്രദമാണ്, ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് നോക്കുക. സോ ആദ്യത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നത്തെ കണ്ടെത്തി അതിനെ ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ മീൻസ്. എന്താണ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിയേ, സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ.
ഓപ്ഷൻ ബി മോർ ഫ്രീക്വൻറ്റ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ. ഓപ്ഷൻ സി routine activities and exercises to access learning. Option D evaluation of all aspect of students development. Comprehensive എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മൊത്തത്തിൽ. അപ്പോൾ എന്താണ് ഇവാലുവേഷൻ ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിയുടെ എന്താണ് എല്ലാ തലത്തിലുമുള്ള ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. എന്താണ് വെറും അക്കാദമിക്സ് മാത്രമല്ല, അക്കാദമിക്സും സ്പോർട്സ്, ആർട്സ്, കുട്ടിയുടെ ബിഹേവിയർ, അങ്ങനെ ഒരു കുട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള വികസനം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോബർട്ട് എം ഗാഗ്ന ഈസ് ബെസ്റ്റ് നോൺ ഫോർ. അല്ലേ, ഗാഗ്നയുടെ ബെസ്റ്റ് തിയറി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഏതാടാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്തത്? ഗാഗ്നയാണോ? അല്ല. ആരാണ്? ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. അല്ലേ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഹൊവാർഡ് ഗാർട്ട്നർ. സോ നെക്സ്റ്റ് ഓപ്ഷൻ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. സോ ഇതാണ് നമ്മുടെ ഗാഗ്നെ പ്രപ്പോസ് ചെയ്ത തിയറി. അതായത് നമ്മുടെ ലേണിംഗ് ഔട്ട്കംസുകളെ ഹൈറാർക്കിക്കലായിട്ട് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. അല്ലേ, അതായത് നമ്മൾ സിഗ്നൽ ലേണിംഗ്, വെർബൽ ലേണിംഗ്, മൾട്ടിപ്പിൾ സെൻസറി ലേണിംഗ്, ഇങ്ങനെ കൺസെപ്റ്റ് ലേണിംഗ്, അല്ലേ, ലേണിംഗിലെ ഒരു ഹൈറാർക്കി ആയിട്ട് സെറ്റ് ചെയ്തതാണ് ആര്? ഗാഗ്നെ. സോ ഗാഗ്നെ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. ഇനി സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ബന്ദൂരയാണ്. അല്ലേ, ബന്ദൂര പ്രപ്പോസഡ് സോഷ്യൽ ലേണിംഗ് തിയറി. ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരാണ്? സ്കിന്നർ ആണ്. അല്ലേ, ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നർ. സോ ഗാഗ്ന ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇസ് പ്രപ്പോസ്ഡ് ബൈ ഹൊവാർഡ് ഗാർട്ട്നർ. സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ ബന്ദൂര. ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not the scope of experiential learning? Experiential learning അതായത് എക്സ്പീരിയൻസിലൂടെ, ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കുക, അല്ലെ, എക്സ്പീരിയൻസിലൂടെ പഠിക്കുക. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഡേവിഡ് കോൾബൺ. അപ്പോൾ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ സ്കോപ്പ് അല്ലാത്തത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കുക. ഏതാണ്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. റിഫ്ലക്ഷൻ ഓൺ എക്സ്പീരിയൻസ്, അല്ലേ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻസ്. പാസീവ് ലേണിംഗ്. എന്താ പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? വെറുതെ കേട്ട് പഠിക്കുക. അത് ഇതിൽ പെടുന്നതല്ല, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ പെടുന്നതല്ല. അപ്ലിക്കേഷൻ ഓഫ് നോളജ്, നമ്മൾ പഠിച്ച നോളജ് എന്ത് അപ്ലൈ ചെയ്യും, ഇതെല്ലാം എന്താണ്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ബട്ട് പാസീവ് ലിസണിങ്, വെറുതെ കേട്ടിരിക്കുക, അത് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. സോ the answer is ഓപ്ഷൻ സി ആണ്. അല്ലേ, നമ്മുടെ ഏതാണ് ഇതിൽ പെടാത്തത് എന്നാണ് ചോദിച്ചല്ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ ചൈൽഡ് ഈസ് അസിസ്റ്റഡ് ബൈ എ മോർ നോളജബിൾ അതർ ടേക്ക് പ്ലേസ് ഇൻ ദ ഡാഷ്. അതായത് എന്താണ്, ഒരു കുട്ടി എന്താണ് എങ്ങനെ ലേൺ ചെയ്യുക? തന്നെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളിൽ നിന്ന്, മോർ നോളജബിൾ അതർ, നമ്മളെക്കാൾ അറിയുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, പ്രപ്പോസ്ഡ് ബൈ ആരാണ്? വൈഗോട്സ്കി. അല്ലേ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സ്കഫോൾഡിങ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആര് ഓർമ്മ വരണം? വൈഗോട്സ്കിന് ഓർമ്മ വരണം. വൈഗോട്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പ്രപ്പോസ് ചെയ്തത്. അതിൽ വരുന്നതാണ് സ്കഫോൾഡിങ്. എന്താണ് സ്കഫോൾഡിങ്? അതായത് ഒരാളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരും, അല്ലേ, അതല്ലേ ഇവിടെ ചെയ്യുന്നത്? നമ്മളെക്കാൾ മോർ നോളജബിൾ അതർ എന്ത് ചെയ്യുന്നു? ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു, അല്ലേ. സോ ഈ മോർ നോളജബിൾ അതർ വരുന്നത് ഏതിലാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്ന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയും, അല്ലേ. സോ അതിൽ അതായത് തന്നെക്കാൾ അറിയുന്ന ഒരാളിൽ നിന്നും പഠിക്കുക, അതിന് നമ്മൾ എന്ത് പറയും? സ്കഫോൾഡിങ് എന്നും പറയും, അല്ലേ. സ്കഫോൾഡ് ചെയ്യുക, സ്കഫോൾഡിങ്. ഇതൊക്കെ ഉപയോഗിച്ചതാരാണ്? വൈഗോട്സ്കിയാണ്. സ്കഫോൾഡിങ് അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഈ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആര് ഓർമ്മ വരണം? വൈഗോട്സ്കിയെ ഓർമ്മ വരണം. സോ ദ ആൻസർ ഈസ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ലേണിംഗ് ഒക്കേഴ്സ് വെൻ എ ചൈൽഡ് ഈസ് അസിസ്റ്റഡ് ബൈ, തന്നെക്കാൾ അറിയുന്ന ഒരു ആളുമായിട്ട് അസിസ്റ്റ് ചെയ്തൊരു കുട്ടി പഠിക്കുന്നതിന് നമ്മൾ പറയുന്നത് അത് വരുന്നത് ഏതിലാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ZPD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഡിസൈൻസ് എ ലെസൺ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? ക്ലൈമറ്റ് ചേഞ്ച്
അല്ലേ, കാലാവസ്ഥ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഒരു ലെസൺ ഉണ്ടാക്കുകയാണ്. എങ്ങനെ? ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ കൺസെപ്റ്റ് ഫ്രം സയൻസ്, ജോഗ്രഫി, സോഷ്യൽ സ്റ്റഡീസ്, എക്കണോമിക്സ്. ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നുള്ള വിവരം ചേർത്തുകൊണ്ടാണ് ടീച്ചർ അതിൻ്റെ ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു ടീച്ചിങ് അപ്രോച്ചിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതായത് കാലാവസ്ഥ വ്യത്യാസത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സയൻസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു, ജോഗ്രഫിയിൽ നിന്നെടുത്തു, സോഷ്യൽ സ്റ്റഡീസിൽ നിന്നെടുത്തു, എക്കണോമിക്സിൽ നിന്നെടുത്തു. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്നും എടുത്തിട്ട് അത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതിന് നമ്മൾ എന്താണ് പറയുക? ഇറ്റ് ഈസ് സബ്ജക്റ്റ് സെൻറ്റേഡ് അപ്രോച്ച് ആണോ? അല്ല. സബ്ജക്റ്റ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ മാത്രം സെൻറ്റർ ചെയ്തിട്ടുള്ള അപ്രോച്ച് അല്ലേ, ആ ഒരു വിഷയത്തെക്കുറിച്ച്. കോറിലേഷൻ അപ്രോച്ച്, ഇറ്റ് ഈസ് നോൺ ആസ് കോറിലേഷൻ അപ്രോച്ച്. അതായത് കുറേ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, പരസ്പരം കോറിലേറ്റ് ചെയ്യുക, ബന്ധിപ്പിക്കുക അല്ലെ. അതല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്, കോറിലേറ്റ് ചെയ്തു. ഏതൊക്കെ സബ്ജക്റ്റുകളെ? സയൻസിനെ, ജോഗ്രഫിയെ, സോഷ്യൽ സ്റ്റഡീസിനെ, എക്കണോമിക്സ്, ഇതിനെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, എന്താണ് ഒരു സബ്ജക്റ്റിനെ ടീച്ച് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? കോറിലേഷൻ സബ്ജക്റ്റ്. ഇനി ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് എന്താണ്? അതായത് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ 2 ഡിസിപ്ലിൻസിനെ തമ്മിൽ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലേ, ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ബയോളജിയെയും കെമിസ്ട്രിയെയും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തമ്മിൽ റിലേറ്റ് ചെയ്ത് 2ൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. അപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ബ്രാഞ്ചസുകളെ തമ്മിൽ യോജിപ്പിച്ച് ഒറ്റൊന്നാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇന്റർ ഡിസിപ്ലിനറി അല്ലേ, ദാറ്റ് ഈസ് ഇന്റർ ഡിസിപ്ലിനറി. ഇനി ഡിസിപ്ലിൻ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് സബ്ജക്ട്സുകൾ. അപ്പം നമ്മൾ ആൻസർ ഏതാണ് വരിക? ഇവിടെ നമ്മൾ ആൻസർ ഏതാണ് വരിക? അപ്പോൾ സോ ദ ആൻസർ ഈസ് കോറിലേഷൻ അപ്രോച്ച് അല്ലേ. അതായത് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് എടുക്കുക, ലെസൺ തയ്യാറാക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് കോറിലേഷൻ അപ്രോച്ച്. ദെൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് സയൻസ് പ്രോസസ് സ്കിൽ? ഇതിൽ ഒരു ബേസിക് ആയിട്ടുള്ള സയൻസ് പ്രോസസ്സിംഗ് സ്കില്ല് ഏതാണ്? അല്ലാത്തത്. ബേസിക് ആയിട്ടുള്ള സയൻസ് പ്രോസസ്സിംഗ് സ്കില്ല് അല്ലാത്തത് ഏതാടാ? നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൈപ്പോത്തിസൈസിങ്. ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹൈപ്പോത്തിസൈസിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബേസിക് പ്രോസസ്സിംഗ് സ്കില്ലല്ല. അതൊരു സയൻറ്റിഫിക് പ്രോസസ്സാണ് അല്ലെ. ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കുക അല്ലെ. നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് നമ്മളെ പ്രഡിക്ഷൻസ് ഇതാക്കി അല്ലെ, ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുക, ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്നതിലേക്ക് എത്തുക. സോ ഹൈപ്പോത്തിസൈസിങ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, സിമ്പിൾ അല്ലെങ്കിൽ ഒരു ബേസിക് സയൻസ് പ്രോസസ്സിംഗ് സ്കില്ലല്ല. കമ്മ്യൂണിക്കേറ്റിംഗ്, മെഷറിംഗ്, പ്രെഡിക്റ്റിംഗ്, ഇതൊക്കെ എന്താണ്? ദീസ് ഓൾ ആർ ബേസിസ് പ്രോസസ് സ്കിൽസ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്നം കണ്ടാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം നമ്മളതായിട്ടുള്ള രീതിയിൽ, അതിനെ മെഷർ ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രോസസ്സിംഗ് സ്കില്ലല്ല. സോ ദ ആൻസർ ഈസ് ഹൈപ്പോത്തിസൈസിങ്. നെക്സ്റ്റ് വൺ, ലേണിംഗ് ടു റെസ്പോണ്ട് ഇമോഷണലി ടു സൗണ്ട് ഓർ സിഗ്നൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഒരു സൗണ്ടിനോ ഒരു സിഗ്നലിനോ ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എന്തിന് എക്സാമ്പിളാണ്? എന്താണ്? സിമ്പിൾ. എന്താണ്? ഇറ്റ് ഈസ് സിഗ്നൽ ലേണിംഗ് അല്ലെ. ഒരു സിഗ്നലിനോ അല്ലെങ്കിൽ ഒരു സൗണ്ടിനോ റെസ്പോണ്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സിഗ്നൽ ലേണിംഗ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഫിസിക്സിലെ PYQs നോക്കി, ദെൻ നമ്മൾ പെഡഗോഗി നോക്കി. സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.